അച്ഛന്റെ പേരിന്റെ പേരിൽ ജീവിതത്തിൽ ഒരുപാട് അപമാനങ്ങൾ പേരേണ്ടി വന്ന ഒരു മകളാണ് ഇന്നെന്റെ മത്സരാർത്ഥി. മകളെ അത്യാവശ്യം നന്നായി തന്നെ വളർത്താൻ കഴിഞ്ഞ കോരൻ എന്ന തൃത്താലയിലെ ഒരു സാധാരണ മനുഷ്യന്റെ മകൾ പി ബിന്ദുവാണ് ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വരുന്നത്. സ്വന്തം ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനും ഒപ്പം മത്സരിക്കാനും. പഴമൊഴിയിൽ പറഞ്ഞു പഴകിയ ക്രൂരമായൊരു തരംതാഴ്ത്തലിന്റെ പേരിൽ സ്വന്തം അച്ഛന്റെ പേരിനോട് പോലും അകലം പാലിക്കേണ്ടി വന്നൊരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തിന്റെ അതിജീവനമാണ് പാലക്കാട് തൃത്താല സ്വദേശിനി ബിന്ദുവിന്റെ ജീവിതം. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയ കോരന്റെയും കാളിയുടെയും മകൾക്ക് അച്ഛന്റെയും അമ്മയുടെയും പേര് തന്നെയായിരുന്നു കുട്ടിക്കാലം മുതൽക്കേ കളിയാക്കലുകളുടെ കാര്യവും കാരണവുമായത്. ഒരു സിനിമ പോലും കാണാനുള്ള സാഹചര്യമില്ലാതിരുന്ന അച്ഛന്റെയും അമ്മയുടെയും മകളായ ബിന്ദു ഇന്ന് ചലച്ചിത്ര രംഗത്തെ വ്യക്തിത്വമുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തപ്പെട്ട പഠനകാലം പിന്നിട്ട് ഇന്നിപ്പോൾ കൂട്ടുകാർക്കൊപ്പം കൂട്ടുചേരുമ്പോഴും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഈ അമ്മയെയും അച്ഛന്റെ ഓർമ്മകളും കൈത്തഴമ്പുള്ള ജീവിതത്തിന്റെ കരുത്തും കരുതലുമായി ബിന്ദുവിന്റെ അരികിലുണ്ട്. ജാതിയുടെ നിറങ്ങളിലും പേരുകളിലും മനഃപൂർവ്വം മാറ്റി നിർത്തപ്പെട്ടവരുടെ തിരിച്ചറിവിന്റെയും തിരിച്ചുവരവിന്റെയും കരുത്തുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് കോരന്റെ മകളെന്ന പേരിൽ അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും തളരാതെ ബിന്ദു വരുന്നു. ഹായ് കുട്ടേട്ടൻ. നമസ്കാരം ബിന്ദു. നമസ്കാരം. ബിന്ദു നമസ്കാരം. നമസ്കാരം. തൃത്താലക്കാരിയാണ്. അതെ. തൃത്താലയിൽ എവിടെയാ? തൃത്താലയിലെ ആലൂര്. എനിക്ക് തോന്നുന്നത് ബിന്ദുവിന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായത് ഈ അച്ഛന്റെ പേര് കോരൻ എന്നായതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആളുകൾക്ക് പറഞ്ഞു പരിഹസിക്കാനും ഒക്കെ ചിലപ്പോഴൊക്കെ ഇത് കാരണമാവും അല്ലേ? അതെ അതെ. എവിടെ ഒരു അഭിമുഖത്തിന് പോയപ്പോ കോരന് കുമ്പിളി തന്നെ കഞ്ഞി എന്ന് പറഞ്ഞു അല്ലേ? അത് അധിക വർഷം പുറകിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അടുത്ത കാലത്താണ്. 2020 കാലഘട്ടത്തില് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്റെ ജനറേഷനിലുള്ള ആൾക്കാര് കുട്ടികളുടെ ഒരു ജീവിതം പോലെ ആയിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം. എന്റെ അച്ഛനും അമ്മയും ലേറ്റ് ചൈൽഡ് ആണ്. ഞാൻ എത്രാമത്തെ വയസ്സിലാണ് മകൾ ജനിച്ചത്? അമ്മയുടെ ഒരു 45 അബോക്കെ ആയിട്ടാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. ഞാൻ 6ാമത്തെ മകളാണ് എന്റെ വീട്ടിലെ. അപ്പൊ ചേച്ചിമാരൊക്കെ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. വലിയ ചേച്ചിക്ക് 2 പിള്ളേരുണ്ടായതിനു ശേഷമാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ഇതേപോലെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷന് പറയുന്ന സമയത്ത് അച്ഛന്റെ പേര് കോരൻ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഒരു കളിയാക്കൽ സാധനമാണ് വരിക. അപ്പൊ അന്ന് നമുക്ക് വലിയ രീതിയിൽ ബോധമില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതെന്തോ മോശപ്പെട്ട കാര്യമാണ്, ഞാൻ പേരിന്റെ കുഴപ്പമാണ്, ചിരിക്കുന്നവര് നോർമലാണ്, ഞാൻ എന്തോ പ്രശ്നമായിട്ടാണ്, എന്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര് പ്രശ്നമായിട്ടാണെന്നാണ് ഞാൻ അന്നൊക്കെ കരുതിയിരുന്നത്. പിന്നെ നമ്മൾ കാലം കഴിഞ്ഞു പോകുന്നു. പിന്നെ ജേർണലിസം വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ ജേർണലിസം പഠിക്കാൻ പോകുന്നു. പിന്നീട് നമ്മുടെ ലൈഫിൽ വരുന്നുള്ള ഒരുപാട് ആൾക്കാർ അത്രയും വളരെ നവീകരിക്കപ്പെട്ട മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കാര്യം നമുക്ക് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് കോരൻ ബിപി അല്ലേ? രണ്ടുപേരുടെയും മകളാണ്. അതെ. അപ്പൊ 6 മക്കളുണ്ട് അല്ലേ? 6 മക്കളുണ്ട്. ഓക്കെ. കൂടെ വന്നവരാരൊക്കെയാ? കൂടെ വന്നത് അമ്മ വന്നിട്ടുണ്ട്. അമ്മ നമസ്കാരം. അമ്മയുടെ വീടും തൃത്താലയല്ലേ? താങ്കൾ ചേച്ചിയാണോ? ചേച്ചിയാണ്. നേരെ ചേച്ചിയാണോ അതോ? അവളുടെ നേരെ മൂത്താളാ. ഓക്കെ. എന്താ പേര്? ബീന. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. എവിടെ? ഞാൻ ഗസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു സ്കൂളിലൊക്കെ. ഇപ്പൊ AW ചാനക്കര കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കൊമേഴ്സ് ആണല്ലേ? താങ്കളോ? ഞാൻ ബിന്ദുയുടെ ഫ്രണ്ടാണ്. പേര് ഹാഷ്ന. ആലപ്പുഴയിലാണ് സ്ഥലം. നിങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നോ? ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. ഏത് കോഴ്സിന്? ഞങ്ങൾ PG പഠിച്ചപ്പോ. എവിടെ? കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ്. അവിടുത്തെ ഹോസ്റ്റലിലായിരുന്നു അല്ലേ? ഓക്കെ, നന്നായി. MCG ആണോ പഠിച്ചത്? MCG പഠിച്ചത്. ഓക്കെ. കാര്യവട്ടത്ത് പഠിച്ചു അല്ലേ? 2015 പാസ് ഔട്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാന് നാന ഫിലിം മാഗസിൻ ഇല്ലേ, 50 വർഷം പാരമ്പര്യമുള്ള, അവരുടെ കൂടെ ചേർന്ന് അവർക്ക് മാഗസിനിക്കുള്ള കണ്ടന്റുകള്, അവർക്ക് വീഡിയോ ഇന്റർവ്യൂസ് ഒക്കെയാണ് ചെയ്തു കൊടുക്കുന്നത്. അത് നന്നായി പോകുന്നുണ്ടല്ലോ. കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ പേരിന്റെ പ്രശ്നം കൊണ്ട് ആദ്യമായിട്ടാണ് ഞാനിപ്പോ ഈ ഫ്ലവേഴ്സ് 1 കോടിയിൽ ഇങ്ങനൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. അതായത് അച്ഛന്റെ പേര് ഇങ്ങനെ ആയതുകൊണ്ട് ആളുകൾ അത് പരിഹസിക്കാൻ
കാരണമാകുന്നു. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ വേറെ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 2020 കാലഘട്ടത്തിൽ ഞാൻ ഇതേപോലെ ഒരു നമ്മള് പാഷനേറ്റ് ആയുള്ള ആൾക്കാരാകുമ്പോൾ തന്നെ നമ്മുടെ കരിയറിന്റെ തുടക്കം നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഞാനൊരു 4 years മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ അതിന് അപ്ഡേഷൻ എന്ന രീതിയിൽ മറ്റൊരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു കോരൻ എന്നുള്ളൊരു പേരിലൊരു സത്യമായിട്ടൊരു കൃത്യമായ രാഷ്ട്രീയം, അച്ഛൻ്റെ അത് പേരുണ്ട്. അപ്പൊ കോരൻ എന്നുള്ള ഒരു പേര് ഒരു കൃത്യമായ രാഷ്ട്രീയം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദളിതനെയാണ് ഞാൻ കോരൻ എന്നുള്ള പേരിൽ കണ്ടിട്ടുള്ളൂ. ഒരിക്കലും തമ്പ്രാക്കളായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന ആൾക്കാർക്ക് കോരൻ കാളി എന്നുള്ള പേര് ഞാൻ കണ്ടിട്ടുള്ളൂ സാർ. പക്ഷെ നമ്മൾ വളർന്നതിനനുസരിച്ച് നമ്മളെ കൂടെയുള്ളവരൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഒരുപാട് പുരോഗമനമായി ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇത്തരത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇതേപോലെ വലിയൊരു മാധ്യമത്തിൽ ഞാൻ ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ടിരിക്കുവാണ്. ഞാൻ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ഞാൻ എൻ്റെ 4 വർഷത്തെ എക്സ്പീരിയൻസ്, ഒരുപാട് ബൈലൈൻ വന്നിട്ടുള്ള മാഗസീനുകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കരിയർ ബേസിൽ എനിക്ക് എന്തായാലും നല്ല കോൺഫിഡൻ്റ് ഉണ്ട്. ഭയങ്കര സ്മാർട്ടായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത്രയും കാലം അതിൻ്റെ തലേന്ന് വരെ പല രീതിയിലുള്ള അനീതികൾ പല ആൾക്കാരും പറയുമ്പോൾ, അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. അത്യാവശ്യം ബോൾഡ് ആണ്, അത്യാവശ്യം ബോൾഡ് ആയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ 3 ആൾക്കാരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പാനലിൽ. അപ്പോൾ 2 പേര് വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നു. സിനിമയാണ് വിഷയം. ആ വർഷത്തെ പാരസൈറ്റ് നോൺ ഇംഗ്ലീഷ് മൂവിക്ക് ആദ്യമായിട്ട് ഓസ്കാർ കിട്ടിയിട്ടുള്ള വർഷമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും പിന്നെ അയ്യപ്പനും കോശിയിലെ രാഷ്ട്രീയത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുവാണ്. അപ്പോൾ സിനിമ സംസാരിക്കുമ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ഹൈപ്പറാവും. ഞാനും വളരെ ഇതിൽ എൻഗേജ്ഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ റെസ്യൂമിൽ എപ്പോഴും എൻ്റെ ബിന്ദു PP എന്നുള്ള പേരിന്റെ താഴെ ഡോക്ടർ ഓഫ് കോരൻ PP എന്നുള്ളത് ഞാനതൊരു പ്രിവിലേജ് ആയിട്ടാണ് ഇടുന്നത്. അത് വലിയ അക്ഷരത്തിൽ നിന്നല്ല, ബിന്ദു PPയുടെ തൊട്ട് താഴെ അത് ആ ഒരു സാധനം ഉണ്ട്. അതാണ്, അത് കോരൻ PPയുടെ മകളാണ് എന്നുള്ളത് തന്നെയാണ്. അതല്ല, ഈ പേരിന്റെ പേരിൽ ഇത്തരത്തില് ഞാൻ പുള്ളിയെപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അത് ഇരിക്കട്ടെ, റെസ്യൂമിൽ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇരുന്നുള്ള ഒരാൾക്ക് അതൊരു ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത്. ഈ പേര്, ആ പേര് ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടിവരെ ഇട്ടിട്ട് കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ അല്ലേ എന്ന് പറഞ്ഞിട്ട് ആള് കളിയാക്കി ചിരിക്കുവാണ്. അപ്പോൾ നമുക്കറിയാലോ സാർ, നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. സാറൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ഈ ഫീൽഡിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള നോർത്തിലും പല ഭാഗങ്ങളിലുള്ള വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണോ എന്നുള്ളൊരു സാധനം ഇത്തരം സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ അത്രയും ബോൾഡായുള്ള ഞാൻ ഒരു സെക്കൻഡ് സ്റ്റക്കായി പോയി സാർ. അങ്ങനെ കളിയാക്കപ്പെടുമ്പോൾ ഞാൻ അപ്പോഴും പല ആൾക്കാരും എന്നോട് ഭയങ്കര കൗതുകത്തിൽ ചോദിക്കാറുണ്ട് അച്ഛൻ്റെ പേര് കേൾക്കുമ്പോൾ. അപ്പം ഞാൻ പറയും ആ കോരൻ എന്നാണ്, അച്ഛനും അമ്മ ഇച്ചിരി ഓൾഡ് ആണ്, കാളി എന്നാണ് അമ്മയുടെ പേര് എന്നാണ്. ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ ഈ പേരിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല, അവർക്ക് ഭയങ്കര നോർമലാണ് സാർ. നമ്മൾ ഇത്രയും ജനറേഷനിൽ ഒരു വ്യത്യാസം വന്നതുകൊണ്ടാണ് എനിക്കിത് ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഇതൊരു പുതിയ സാധനമാണ്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവരിപ്പോ എന്താ പറയാ, അവര് കഞ്ഞി നിലത്ത് കുഴി കുത്തിയിട്ട് കഞ്ഞി കുടിച്ച കാര്യമൊക്കെ പറഞ്ഞാൽ അവര് ഭയങ്കര നോർമലായിട്ട് ഓക്കെ. അപ്പൊ ഇന്റർവ്യൂവിന്റെ പരീക്ഷിച്ചിരിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഒപ്പമുള്ള ആൾക്കാർക്ക് അത് അത്ര ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് എന്ത് ചെയ്യണം, ആ ഒരു സാധനം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയത്തില്ലല്ലോ സാർ. പക്ഷെ നമ്മുടെ കരിയറിന്റെ തുടക്കമാണ്, നമുക്ക് ജോലി വേണം എന്നുള്ള നിർബന്ധമാണ്. നമ്മൾ മിണ്ടാതായിരിക്കത്തില്ലേ സാർ. എനിക്ക് കോരൻ എന്ന് പേര് കേട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അച്ഛന്റെ പേര് കോരനാന്നൊക്കെ എന്റെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് തൊണ്ടക്കുഴിയിൽ. പക്ഷെ നമുക്ക് പറയാം, നമ്മള് നിർവികാരമായുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കത്തില്ലേ, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്ന് ഞാൻ ഫേസ് ചെയ്തത്. അപ്പൊ ഞാൻ കാലങ്ങളായിട്ട് സ്കൂൾ ടൈമിലെ അവിടെ ജോലി കിട്ടി, ഞാൻ ജോലി ചെയ്തു. പിന്നെ ഈ മനുഷ്യരോട് എപ്പോഴെങ്കിലും സംസാരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ ജോലിക്ക് കയറി കുറച്ച് മാസത്തിന്റെ ഉള്ളിൽ തന്നെ എന്റെ ഒരു കവർ ഇന്റർവ്യൂ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ എഡിറ്റർ ആണെങ്കിലും എൻ്റെ മുകളിലിരിക്കുന്ന ആളാണെങ്കിലും ഒരു മതൃപ്രതികാരം എന്ന രീതിയിൽ ആ മാഗസിൻ എന്നെ കൊണ്ടാണ് കൊടുപ്പിച്ചത്. അതായത് കോരന്റെ മകള് ബിന്ദു PP ചെയ്തതാണ് അവരുടെ സ്ഥാപനത്തിന്റെ ഒരു മുഖചിത്രമായി വന്നിരിക്കുന്നു എന്നുള്ളത് സാർ പിന്നീട് എപ്പോഴോ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സന്തോഷമായിക്കാണല്ലോ അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ നിങ്ങളിപ്പം അതുപോലെ ബിന്ദുവിന്റെ നേരെ മൂത്ത ചേച്ചി എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? എന്റെ നേരെ മൂത്തത് ജ്യേഷ്ഠനാണ്. ചേട്ടനുമായിട്ട് ഒരു 5 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. അതിന്റെ മൂത്ത ചേച്ചിയും ഞാനും നമ്മളൊരു 10 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് ഞാൻ 6th പഠിക്കുമ്പോഴാണ്.
അപ്പൊ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറവാണ്. എന്റെ ഒരു ചെറിയ പ്രായത്തില് നല്ല പ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് എല്ലാരും പ്രായത്തിൽ എന്റെ വലിയ ചേച്ചിക്ക് 2 പിള്ളേരുണ്ടായിട്ടാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. അപ്പൊ അത്രയും ഏജ് എന്റെ സാധാരണ എന്റെ കൂട്ടുകാരുടെ ഒക്കെ അമ്മമ്മയുടെയും അച്ഛൻ്റെയും ജനറേഷനാണ് എന്റെ അച്ഛനും അമ്മയും. എന്റെ ചേച്ചിമാരുടെ ഒക്കെയാണ് അവരുടെ അച്ഛനും അമ്മേന്റെയും ജനറേഷൻ. എന്തായിരുന്നു ജോലി? അച്ഛൻ കൂലിപ്പണിയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനമല്ല, അവര് ഭയങ്കര, ഞാൻ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്ന, അവര് ഭയങ്കര കറകറഞ്ഞ കമ്മ്യൂണിസ്റ്റുകളായിട്ടാണ്. അതായത് പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന പല രീതിയിലുള്ള അവര് നേടിയെടുത്തുള്ള കുറെ കാര്യങ്ങൾ. അവരിപ്പോ കൂലിയുടെ കാര്യമാണെങ്കിൽ അമ്മക്ക് ഇപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നിർത്തത്തില്ല. അവർക്ക് നെല്ല് മാറിയിട്ട് കൂലി ആയതൊക്കെ ഈ ഒരു നമ്മുടെ പാർട്ടി. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ്. കുട്ടിക്കാലം ബുദ്ധിമുട്ടായിരുന്നു? കുട്ടിക്കാലം ബുദ്ധിമുട്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് പട്ടിണി ഉണ്ടായിട്ടില്ല. പിന്നെ സാധാരണ ഇതേപോലെ താമസിക്കാൻ വീടുണ്ട്. പിന്നെ അതൊക്കെ അവരുടെ ഒരു സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ എനിക്കത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അച്ഛനൊക്കെ ആണെങ്കിലും, അച്ഛനൊക്കെ മദ്യപിക്കുമെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിൽ അങ്ങനെ കള്ളു കുടിച്ച് ബഹളം, ബാക്കിയുള്ള വീടുകളിൽ കാണുന്ന ഒരു സാധനങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയ്ക്കും എല്ലാ ദിവസവും പണിക്ക് പോകുന്നായിരുന്നു ജീവിതം? എല്ലാ ദിവസവും പണിക്ക് പോകുന്ന, ഒരു എന്റർടൈൻമെന്റും ഇല്ലാത്ത ജീവിതമായിരുന്നു. ഒരു എന്റർടൈൻമെന്റും ഇല്ലാത്ത. അമ്മ ഇപ്പോ TV കാണുന്ന സമയത്താണെങ്കിലും അമ്മയ്ക്ക് എന്നും ഇതിൽ ഈ സാധനം തന്നെയല്ലേ വരുന്നതെന്ന് പറയും. അപ്പോൾ എനിക്ക് എന്താ പറയാ, എന്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു സ്നേഹലാളനകൾ കാണിച്ചുള്ള പ്രകടമായ സാധനങ്ങളൊന്നും ഇല്ല സാർ. അപ്പൊ എനിക്ക് അതൊക്കെ കാണുമ്പോൾ എന്റെ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ, അപ്പൊ ഞാൻ ഇച്ചിരി വലുതായി പുറത്ത് കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവരുടെ പാരന്റ്സും അവരും തമ്മിലുള്ള ഒരു പ്രകടമായുള്ള സ്നേഹം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു എനിക്ക് അങ്ങനത്തെ ഒരു സാധനം അനുഭവിക്കാത്തത് കൊണ്ട് അത് ഭയങ്കര കൗതുകമായുള്ള ഒരു കാര്യമായിരുന്നു. അവര് പഠിക്ക് പോവും, അവര് നമ്മളെ നോക്കും, നമ്മളെ നോക്കി. അച്ഛനൊന്നും അങ്ങനെ അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസവും ഇല്ല. അമ്മയോട് ചോദിക്കാം, അമ്മയെ പാടത്ത് പണിക്കൊക്കെ പോയാൽ കൃത്യമായി ശമ്പളമൊക്കെ കിട്ടുമായിരുന്നോ? കൃത്യമായി ശമ്പളം കണക്കുറഞ്ഞ് വാങ്ങിക്കുമായിരുന്നോ നമ്മള്? മേടിക്കാറുണ്ട്. അവിടെ എല്ലാ ദിവസവും പണി കിട്ടുമായിരുന്നോ? പണി ഉണ്ടായിരുന്നു. ഇപ്പൊന്നും പണിയില്ല. ഇപ്പൊക്കെ ബംഗാളികളെ നാടുകാര്. അല്ല, അന്ന് കൂലിക്ക് നെല്ല് തരുന്ന ഒരു കാലം നെല്ല് തരും. അത് പൈസ ഇല്ല, നെല്ലാണ്. അന്നത്തെ കാലം നെല്ല് മാറി പൈസ ആയതെന്നാ? കുറെ കാലമായോ? പൈസ ആയിട്ട് ഇപ്പൊ കൊറേ കാലായി. ഇപ്പഴും തൃത്താല ഏരിയയിലൊക്കെ നെല്ല് തരുന്നുണ്ടോ? ഇല്ല, ആ പണി നിർത്തി. ഈ പണിക്ക് പോകാന്ന് പറഞ്ഞാൽ അതിരാവിലെ അങ്ങ് പോവോ? 8:30 പോവും. പോയിട്ട് എപ്പോ തിരിച്ചു വരും? തിരിച്ച് 5:30 6 മണിയാവും. അപ്പൊ പിള്ളേരെ ലാളിക്കാൻ സമയം കിട്ടുമോ? അതിനൊന്നും നേരം കിട്ടില്ല. ഇപ്പൊക്കെ വയസ്സായപ്പോ എങ്ങോട്ടും പോണില്ല. ഇപ്പൊ എങ്ങും പോകാറില്ല. ഇപ്പൊ പണിയെല്ലാം നിർത്തി അല്ലേ? ഓക്കെ. അപ്പൊ ഈ അമ്മയും അച്ഛനും പണിക്ക് പോകുമ്പോഴേ വീട്ടിൽ ചേച്ചിമാരുണ്ടല്ലോ, അവര് നോക്കത്തില്ലേ ബിന്ദുവിന്? അതെ, എന്റെ 2 ചേച്ചിമാരാണ് എന്നെ ചെറുപ്പത്തിൽ നോക്കിയിരുന്നതെന്നാ പറയൂ അവര്. അവരുടെ സ്കൂൾ പഠന കാലത്തെ അവര് ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും എന്നെ നോക്കണമെങ്കിൽ. എന്നെ ഏട്ടനെ നോക്കാൻ വേണ്ടി 2 ചേച്ചിമാര്. എന്നോട് ചേച്ചി പറയും, ഒക്കത്തെടുത്ത് ഇവിടെ കറുപ്പായിരിക്കുന്നു പറയും, നമ്മൾ തയമ്പ് വന്ന പോലെ ആയിരിക്കുന്നു പറയും. അപ്പൊ എനിക്കൊന്ന് നിങ്ങളെ വീട്ടിലെ ഇപ്പൊ നോക്കാൻ വേണ്ടി അവരെന്താ ചെയ്ത്? അവർക്ക് പള്ളിക്കൂടത്തിൽ പോണ്ടേ? പള്ളിക്കൂടം അതിന് അവര് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളെ നോക്കുന്ന ഒരു അവസ്ഥ. എത്ര ദിവസം കട്ട് ചെയ്യും അങ്ങനെ? അതുകൊണ്ട് തന്നെ 3 വയസ്സിൽ ഞാൻ അംഗനവാടി പോയി തുടങ്ങി. ഓക്കെ. അപ്പൊ പിന്നെ രാവിലെ അവിടെ ആക്കിയാൽ മതി. അവിടെ അംഗനവാടി പോയാൽ ഭക്ഷണം കിട്ടുമല്ലോ അല്ലേ? ഭക്ഷണം കിട്ടും. പിന്നെ എനിക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടമായിരുന്നു. കാരണം സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കരച്ചിൽ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ബിന്ദുവിന്റെ ഒറിജിനൽ പേര് നീതു എന്നായിരുന്നു? എന്റെ നീതു. അങ്ങനെ ഒരു എത്ര കാലം നിലനിന്നു? എന്തിനാ പേര് മാറ്റിയത്? നല്ല പേരായിരുന്നല്ലോ. അത് അതിന്റെ ബാക്കിലൊരു കഥയുണ്ട്. അത് എന്റെ നമ്മൾ ചെവിയിലിടുന്ന പേരുണ്ടല്ലോ, പേര് വിളിക്കല്ല, അങ്ങനെ നീതു എന്നുള്ള പേരായിരുന്നു. അപ്പൊ ഇപ്പൊ ഹോസ്പിറ്റലിൽ അപ്പൊ തന്നെയാണ് പേര് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യുക. പക്ഷെ അന്ന് ഇങ്ങനെ പഞ്ചായത്തിൽ പോയിട്ടായിരുന്നു ഇത്ര പേര് രജിസ്റ്റർ ചെയ്തിരുന്നത്. അപ്പൊ അച്ഛനെ പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു, ഹിറ്റ്ലർ മാധവൻകുട്ടി എന്ന് പറയത്തില്ല, അതേപോലെ പറഞ്ഞ ചേച്ചിമാര് പഠിപ്പിച്ചിരുന്നു നീതു നാണേന്ന്. പക്ഷെ അച്ഛൻ അവിടെ പോയപ്പോഴേക്കും കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴത്തേനും ആള് മറന്നു ഈ കാര്യം. അപ്പൊ നീതു എന്നുള്ള പേര് മറന്നു. ആൾക്കൊരു പേര് മനസ്സിലില്ല. പിന്നെ അച്ഛന്റെ മക്കളുടെ പേരേ ഉള്ളൂ. അച്ഛന്റെ മക്കളുടെ പേരിനെ റിപ്പീറ്റഡ് ആയിട്ട് ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പിന്നെ അച്ഛന്റെ അനിയന്റെ മക്കള് ബിന്ദു സിന്ധു എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അപ്പൊ അതിലൊരു പേരുണ്ട് ഇട്ടിട്ട് ബിന്ദു എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ച സമയത്തൊന്നും അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ കിടക്കട്ടെ എന്ന രീതിയിൽ അങ്ങനെ ഇരുന്നു. എനിക്കൊന്ന് ബിന്ദു കുറച്ച് സ്കൂളിലൊക്കെ പോയി തുടങ്ങി അറിയാറായി കഴിഞ്ഞപ്പോഴേ ഈ അച്ഛനും അമ്മയൊക്കെ നല്ല അത്യാവശ്യം പ്രായമായല്ലോ. അപ്പം എന്റെ അച്ഛനും അമ്മയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇവരെ കൊണ്ടുവരാനൊക്കെ മടിയുണ്ടായിരുന്നു? അതെനിക്ക് ഇപ്പോഴും പറഞ്ഞ സങ്കടമാണ്. എന്നാലും ഞാൻ പറയാം, എനിക്ക് അതായത് ഞാൻ പറഞ്ഞില്ലേ സാർ, നമ്മൾ കുട്ടികളാണ്, നിഷ്കളങ്കരാണ്, നമുക്കറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. കാരണം എന്റെ കൂടെയുള്ളവർ, സ്കൂളിൽ പോകുന്നവർ, എന്റെ സുഹൃത്തുക്കള്, ഇവരുടെ എല്ലാവരും അച്ഛനും അമ്മമാരും ഇച്ചിരൂടെ ജെന്റിലാണ്, ചെറുപ്പമാണ്. എന്റെ അച്ഛനും അമ്മമാരും മാത്രം പ്രായമായത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഇപ്പൊ സ്കൂളിൽ വെച്ചിട്ട് വല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ, പേരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരിക്കലും പണി മാറ്റിയിട്ട് അവിടെ വന്നിരിക്കാനുള്ള സാഹചര്യം ഇല്ല. കാരണം പണി മാറ്റി വന്നിരിക്കില്ല.
പണി മാറ്റി വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊന്നും പുകയത്തില്ല. കാരണം ഇവർ അന്നന്ന് ജോലിക്ക് പോയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാ. അപ്പം ഈ ലംസം ഗ്രാൻഡ് നമുക്ക് ഗ്രാൻഡ് കിട്ടുന്ന ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ മാത്രമാണ് വരിക. അപ്പൊ വരുമ്പോ തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, ഞാൻ അച്ഛനോട് പറയും, അച്ഛാ ഇന്ന ഷർട്ട് ഇടണം, വെള്ള ഷർട്ട് മുണ്ടൊക്കെ ഇട്ട് വരണേ എന്നൊരു നെഞ്ചിടിപ്പാണ്. കാരണം കാരണം ഇവർക്ക് അറിയത്തില്ലല്ലോ സാർ. അപ്പൊ ഞാൻ ആദ്യം ക്ലാസ് ഒക്കെ പറഞ്ഞു കൊടുക്കേ, ഞാൻ കയറി വരുമ്പോ ഞാൻ അങ്ങനെയല്ല, അച്ഛാ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ നടന്നു വരുമ്പോ ഇത്രാമത്തെ ക്ലാസ് ആണ്, അവിടെ വന്ന് മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ ഇവർക്ക് അറിയത്തില്ലല്ലോ. ഇവർ ഈ ഇത് ഞാൻ 7, 8, 9, 7, 6 ആ സമയത്തൊക്കെ അതേ കാണും. അപ്പോ എന്താണ് അച്ഛൻ ഇതേപോലെ പണി മാറ്റിയിട്ട് വരുവാ. പണി ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് അല്ല, ചായ ബ്രേക്കിന് അച്ഛൻ വരുന്നു. അച്ഛൻ വരുമ്പോൾ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ചിരി കേൾക്കുന്നുണ്ട്. കാരണം അച്ഛൻ അറിയത്തില്ലല്ലോ, പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു മാന്യതകളുടെ ചട്ടക്കൂട്ടിലും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് അറിയത്തില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ ഓരോ ക്ലാസ്സിൽ വന്നിട്ട് തിരയും. അച്ഛൻ്റെ മോളെ കണ്ടാൽ മതി, അച്ഛനൊരു ടീച്ചറോട് വിളിക്കണം, ഇവിടെ എൻ്റെ മോള് പഠിക്കുന്നുണ്ട്, ഇങ്ങനെ പറയാൻ അറിയത്തില്ല. ആ മനുഷ്യർ പഠിച്ചിട്ടില്ല അങ്ങനെയുള്ളത്. പക്ഷെ അന്നത്തെ കുഞ്ഞു മനസ്സിന് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ മറ്റേ ക്ലാസ്സിൽ ചിരി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വിങ്ങി പൊട്ടും, ടെൻഷനാണ്. എന്തോ സംഭവം വരാൻ പോകുന്നുണ്ട് എന്നല്ല. പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാലും എന്നെ അവിടെ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണിമോളെ എന്ന് തന്നെ വീട്ടിൽ വിളിക്കുക. ആ ഉണ്ണിമോളെ വായോ എന്നാ പറയാ, അല്ലാതെ ടീച്ചർ അവിടെ എടുക്കുന്നുണ്ടോ, ഇത്രയും പിള്ളേരെ അവിടെ മോളെ ഇങ്ങോട്ട് വാ, ഉണ്ണിമോളെ ഇങ്ങ് വാ എന്നാ പറയാ. അപ്പൊ ഇതിനൊക്കെ ഒരു ക്ലാസ് വീട്ടിൽ വെച്ച് കൊടുക്കുവോ തലേന്ന്? അങ്ങനെയല്ല, ഇത്രാമത്തെ ക്ലാസ്സിൽ വന്നിട്ടേ നോക്കാവുള്ളൂ എന്നൊക്കെ പറയും. പക്ഷെ അച്ഛന് എവിടെ, അവർക്ക് അതിനേക്കാൾ കൂടുതൽ ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലോ. ബിന്ദുവൊക്കെ പഠിച്ച സ്കൂളിലും ആ കാലത്തുമൊക്കെ ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ പിന്നാക്ക സമുദായത്തിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ തന്നെ അവര് വലുതായിട്ട് പഠിക്കണ്ടെന്ന് കരുതി ചില ക്ലാസ്സിലൊക്കെ അങ്ങ് തോപ്പിച്ചളയും. ബിന്ദുവിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? ബിന്ദുവിനെ ഒരു ക്ലാസ്സിൽ തോൽപ്പിച്ചു എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഡ്രോമയാണ്. എനിക്ക് മൊത്തത്തിൽ നമുക്ക് അറിയത്തില്ല, നമ്മൾ അത്തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട്. എന്റെ ബ്രദർ 7th തോറ്റു, 7ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ തോറ്റു. ചേച്ചി 9ാം ക്ലാസ്. ഈ ചേച്ചി 9ാം ക്ലാസ്സിൽ തോപ്പിച്ചു. അതേ സ്കൂളിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് ക്ലാസ് ഓർമ്മിക്കോ ഇത്? തീർച്ചയായിട്ടും ആ ക്ലാസ്സിൽ കയറി നിൽക്കുമ്പോൾ ആ ഒരു തോൽവിയാണ് ഇപ്പൊ നമ്മൾ M.Com B.Ed സെറ്റ് നെറ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. ആണോ? ഓക്കെ, നന്നായി. അല്ല, എന്നിട്ട് ആ ക്ലാസ്സിൽ പോയി നിൽക്കുമ്പോ ഈ തോൽവിയെ കുറിച്ച് കുട്ടികളോട് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടോ? എന്റെ സംശയം നമ്മുടെ ഒരു തോന്നലായിരിക്കും ഇനി. നമുക്കറിയത്തില്ല സാർ. നമ്മൾ ഇപ്പോഴാണ്, ഞാൻ പറയട്ടെ, ഞാൻ ഈ 3ാം ക്ലാസ്സിൽ തോറ്റ കാര്യം ഞാനത് തുറന്നു പറയാൻ വേണ്ടിട്ട് ഒരുപാട് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. കാരണം എന്റെ ഡ്രോമ എനിക്ക് മാത്രമല്ല അറിയുള്ളൂ സാർ. കാരണം നമ്മൾ തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു മോശമായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് അന്നുള്ളത്. പ്രത്യേകിച്ച് 3ാം ക്ലാസ്സിലൊക്കെ തോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അട്ടർ ഫ്ലോപ്പാണ് എന്നൊരു സാധനം കൂടെ അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ PG കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് ജോലിയിൽ കയറിയിട്ട് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, രൂപ, ഞാനൊരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു കുറെ വർഷത്തിന് ശേഷം. അപ്പൊ കുഴപ്പമില്ല, അത് ഇപ്പൊ ഞാൻ നോർമലായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്ലസ് ടു കാലഘട്ടം വരെ ഞങ്ങൾ നാട്ടിൽ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും 3ാം ക്ലാസ്സിന് ശേഷം നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ നമ്മുടെ ആദ്യത്തെ ബാച്ചിൽ പഠിച്ചിരുന്ന ആരെങ്കിലും സീനിയർ ആയിട്ടുണ്ടാവും. അപ്പൊ എന്റെ കൂടെയുള്ള കുട്ടികളൊക്കെ അവരെ ചേച്ചിന്ന് വിളിക്കും. എനിക്കാണെങ്കിൽ എന്റെ കൂടെ പഠിച്ചതല്ലേ, ഞാൻ ആദ്യത്തെ 3ാം ക്ലാസ് ബാച്ച് അവരുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഒരിക്കലും ചേച്ചിന്ന് അവരെ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ കൂടെയുള്ള കുട്ടികൾ അന്വേഷിക്കുക, നീ എന്താ അവരെ ചേച്ചി വിളിക്കാത്തെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്കിപ്പായിട്ട് അങ്ങ് പോകും. കാരണം എനിക്കത് ഭയങ്കര അപമാനഭാരമായിരുന്നു. പിന്നെ വർഷങ്ങൾ വേണ്ടി വന്നു അത് ഭയങ്കര നോർമലൈസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ വേണ്ടി വന്നത്. അപ്പൊ അത് എന്റെ ഉള്ളിൽ അതൊരു ഡ്രോമ തന്നെയായിരുന്നു. അല്ല, വീട്ടിലുള്ള മറ്റാളുകൾക്ക് ഈ ക്ലാസ്സിൽ തോൽക്കേണ്ടി വന്നത് അവരും ഇങ്ങനെ ആഴത്തിൽ അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് അവര് പഠിക്കാത്തോണ്ട് തോറ്റുപോയതാണ്? അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഏട്ടൻ 7ാം ക്ലാസ്സിലാണ് തോന്നുന്നത്. 7ാം ക്ലാസ്സിലാണെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് എഴുതും. ചെറുപ്പം മുതലേ സ്പോർട്സ് മാസിക, ലൈബ്രറിയിൽ നിന്ന് ബുക്സ് ഒക്കെ എടുത്ത് വായിച്ചിട്ട് നന്നായി എഴുതുമ്പോൾ നന്നായി. അപ്പൊ എനിക്ക് ഇപ്പൊ ചിന്തിക്കുമ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷെ അയാള് ക്ലാസ് നിർത്താതെ തുടർന്ന് പഠിച്ചിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഒരു ആള് പഠിത്തം നിർത്തി. ഈ സംഭവമാണെന്നറിയില്ല, തോറ്റോട് കൂടിയിട്ട് അങ്ങ് പഠിത്തം നിർത്തുവായിരുന്നു. പിന്നെ പോയില്ല. ഈ ചേച്ചി എന്താ പിന്നെ പഠിത്തം നിർത്താഞ്ഞേ? ചേച്ചി എന്താ നിർത്താഞ്ഞേ? ഞങ്ങളത് ശരിക്കും ഞാനും അച്ഛനും എന്റെ നേരെ മൂത്ത ആളുണ്ട്, അവര് പോയിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നേക്കാളും മാർക്ക് കുറവുള്ള ആൾക്കാരൊക്കെ ജയിച്ചല്ലോ, ഞാൻ മാത്രം തോറ്റു, എനിക്ക് ഇത്ര മാർക്കുണ്ട്, എന്റെ പ്രോഗ്രസ് കാർഡ് എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അടുത്തുള്ള ഒരു സാറുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു, നീ ചെറുതല്ലേ, അതായത് ഞാൻ അത്ര ഹൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും നിന്നെ തോൽപ്പിച്ചത്, നീ ഇപ്പൊ അത്ര കാര്യമാക്കണ്ട, ഇനിയിപ്പൊ അത് കുഴപ്പമില്ല പറഞ്ഞു.
പക്ഷെ നമുക്ക് അന്ന് ഇവള് പറയുന്ന പോലെ തന്നെ നമുക്ക് വലിയൊരു അപമാനം. കാരണം സ്കൂള് തുറന്നിട്ട് ആദ്യത്തെ കുറച്ച് സമയങ്ങളിൽ ടീച്ചേഴ്സ് വന്ന് ഏറ്റവും ആദ്യം ചോദിക്കുക ആരൊക്കെ ഈ ക്ലാസ്സിൽ തോറ്റവരെന്ന്. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം. അപ്പൊ തോറ്റ ആൾക്കാരൊക്കെ പിന്നിലത്തെ ബെഞ്ചിലാവും. പിന്നെ ഞങ്ങളെ തൊട്ടടുത്തൊരു ടീച്ചറായിരുന്നു എന്റെ ക്ലാസ് ടീച്ചറായത്. അപ്പൊ ടീച്ചറുടെ ഭയങ്കര ഒരു ഫോക്കസ് എനിക്ക് കിട്ടി. ആ ഫോക്കസ് കിട്ടിയതിലാണ് ഞാൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പഠിക്കൽ തുടങ്ങിയത്. പക്ഷെ ആ തോൽവി ആയിരിക്കും ഒരു പക്ഷെ എന്നെ ഇത്രയും അച്ചീവ്മെന്റിൽ എത്തിച്ചെന്നുള്ള ഞാൻ ഈ ഫ്ലോറിൽ ഇപ്പൊ പറയാണ്. അമ്മ ഈ പിള്ളേർ തോറ്റതൊക്കെ അമ്മ അറിഞ്ഞായിരുന്നോ? ആ ഞാൻ അച്ഛനും കൂടി പോയി ചോദിക്കാൻ. അമ്മ അന്വേഷിച്ചോ അതൊക്കെ? അമ്മ അന്വേഷിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ടോ ചോദിക്കണ്ടായിരുന്നോ പിള്ളേർ എന്തുവാ തോറ്റെന്ന്? അമ്മക്കത് വിഷമായി. എനിക്ക് എപ്പോഴും നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നി ഇപ്പൊ നമ്മളെ പോലുള്ളവർ നമ്മൾ ഒരു രീതിയിലുള്ള പ്രിവിലേജും ഇല്ല സാർ. നമ്മുടെ അച്ഛനും അമ്മയും സാധാ കൂലിപ്പണിക്കാരാണ്. ജാതിയിൽ പറയപ്പെടുന്ന രീതിയിലുള്ള പ്രിവിലേജ് ഇല്ല, സാമ്പത്തികപരമായിട്ടൊരു പ്രിവിലേജ് ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾ തോറ്റു കഴിഞ്ഞാലും അവർ ഈസി ആയിട്ട് അങ്ങ് പൊക്കോളും. ബിന്ദുവിന്റെ ഫൗസി ടീച്ചറിലായിരുന്നു. ഫൗസി ടീച്ചർ ഉണ്ട്. ഫൗസി ടീച്ചറാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നതില് എന്റെ ലൈഫിൽ പ്രധാനപ്പെട്ടുള്ള ഒരാളാണ് എന്റെ ഫൗസി ടീച്ചർ. ശ്രദ്ധപ്പെടാൻ കാര്യം എന്തുവാ? ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ടീച്ചർ എന്റെ ആദ്യമായിട്ട് ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത്. അപ്പോൾ അവരാണെങ്കിലും ഇത്തരത്തില് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവര് ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യും. സാധാരണ നമുക്ക് ഇതുവരെയായിട്ടും ടീച്ചേഴ്സിന്റെ ചില ടീച്ചേഴ്സ് ഒന്ന് ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കത്തില്ല സാർ. അപ്പോ നമുക്ക് നമ്മുടെ മുഖത്ത് നോക്കി ഇത്രയും വലിയൊരാള് നമ്മുടെ മുഖത്ത് നോക്കുന്നത്. പക്ഷെ അന്ന് ഈ അധ്യാപകരാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കരുത്, അങ്ങനെ ഒന്നുമില്ല. അതായത് നമ്മളുള്ള ഞാനും കൊതിച്ചിട്ടുണ്ട് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലായോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ മനസ്സിലായി എന്ന് പറയാം. അത് കാരണം നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മൾ വെറുതെ പഠിച്ചു പോകുന്ന പിള്ളേര് എന്ന രീതിയിലായിരുന്നു. അപ്പൊ അവിടെയാണ് ഫൗസി ടീച്ചറെ പോലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീച്ചർ എന്റെ ലൈഫിലേക്ക് വരുന്നത്. ടീച്ചർ സ്വാധീനിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചർ ഇത്തരത്തില്, കാരണം ടീച്ചർക്ക് അറിയാം നമ്മുടെയൊക്കെ ഫാമിലി ചുറ്റുപാട് എങ്ങനെയാണെന്ന്. നമ്മളതിനെ ഒന്ന് കൈപ്പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇവരങ്ങ് പോകും എന്നുള്ളൊരു സാധനം ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചർ നമ്മൾ 5ാം ക്ലാസ് മുതൽ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടിയായിരുന്നു ഞാനും. അപ്പൊ ടീച്ചറെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി കൂടെ മെനക്കെട്ട് പഠിച്ചു തുടങ്ങിയത്. മറ്റത് എനിക്ക് അങ്ങനെ സ്കൂളിൽ പോകണം, അങ്ങനെ പഠിക്കണം, എന്തെങ്കിലും ആവണം, അങ്ങനെ ഒന്നും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണെങ്കിലും ടീച്ചറുടെ ക്ലാസ് ടെസ്റ്റിൽ ടീച്ചർ ഇതേപോലെ 45 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മേടിക്കണം എന്നൊരു ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ എനിക്ക് പേപ്പർ കിട്ടിയപ്പോൾ എനിക്ക് 42 ആയിരുന്നു മാർക്ക്. പക്ഷേ ടീച്ചർ ആ 45 എന്നുള്ളത് 40 ആക്കിയിട്ട് എനിക്കത് എന്നെ ഉൾപ്പെടുത്തണം എന്ന് ടീച്ചർ മനഃപൂർവ്വം ചെയ്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതിൽ ഉൾപ്പെടണം എന്ന് ടീച്ചർ ആഗ്രഹിച്ച പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ടീച്ചറുടെ വീടാണെങ്കിൽ നമ്മുടെ അവിടെ സ്കൂളിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ടീച്ചർ നമുക്ക് അങ്ങനെ ഇന്നിപ്പോൾ നമുക്ക് പൈസയ്ക്ക് ഇത്ര ചോക്ലേറ്റോ ഇഷ്ടംപോലെ ടേസ്റ്റോ ഒക്കെ നമ്മൾ അതിന് ശേഷമൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷേ ടീച്ചറുടെ വീട്ടിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് അറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ നോർമൽ ഫുഡ് എന്നല്ലാതെ ഒരു സദ്യവട്ടും സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വല്ല ആഘോഷങ്ങൾ വരണം, അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ കല്യാണങ്ങൾ വരണം, അല്ലാതെ നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ടീച്ചർ ഇതേപോലെ നമ്മളോട് ഉച്ച സമയത്ത് വന്ന് പറയും ചൂലെടുക്കാൻ വായോ പറയും. അപ്പം എന്നെയും വേറെ കുട്ടീനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ടേബിളിൽ സ്പെഷ്യലായിട്ട് അവിയലോ മീൻകറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പം ഭയങ്കര നല്ല രീതിയിൽ നമുക്ക് ഫുഡ് കഴിക്കാം, ഭയങ്കര കംഫർട്ട് സ്പേസിലിരുത്തി നമ്മൾ ഫുഡ് കഴിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ഒരു കൊട്ട എക്ലൈസിൻ്റെ മിഠായി ഉണ്ട്. എനിക്ക് ആ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായ കിട്ടും. അതിനുശേഷം നമ്മൾ എത്ര മിഠായി തിന്നിട്ടുണ്ട്, പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ടീച്ചർക്ക് ഒരിക്കലും നമ്മളെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ ടീച്ചർ കൺസിഡർ ചെയ്തതിന്റെ ഒരു ഭാഗം കൂടെയാണ് ഇന്നിവിടെ ഞാൻ. നിങ്ങളുടെ ഈ തൃത്താല പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ പള്ളിക്കൂടങ്ങളിലൊക്കെ അന്ന് ഒരു ജാതി ചിന്ത സ്ട്രോങ് ആയിരുന്നു. ഫീൽ ചെയ്യും. കാര്യം ഈ പൊതുവെ പള്ളിക്കൂടങ്ങളിൽ ജാതി ചിന്ത അസ്തമിച്ചിട്ട് കുറെ കാലമായി. അവിടെയൊക്കെ എങ്ങനെയാ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു? സാർ, ജാതി ചിന്ത അവസാനിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സാർ. ഇത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ RLV സാറിന്റെ തന്നെ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പ്രശ്നം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത് കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി, അതായത് ഒരാളുടെ നിറത്തിന്റെയോ ഒരാളുടെ ജാതിയുടെയോ ഒരു പ്രിവിലേജിനും പുറത്തല്ല ഒരു കലാരൂപം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യേണ്ടത്. അത്തരത്തില് അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു സ്ത്രീ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നേ അറിയത്തുള്ളൂ. അവരുടെ അറിവില്ലായ്മയാണ്. അവരെ അത് മനസ്സിലാക്കാനെങ്കിലും ഇന്നത്തെ കാലത്ത് കുറെ പേരുണ്ട്. പക്ഷെ പണ്ട് ഇത് ഭയങ്കര നോർമലായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ഇപ്പൊ സൗഹൃദങ്ങളിൽ പോലും ഒരു ജാതിയുടെ ഒരു സാധനം, കാരണം അറിയത്തില്ല കുട്ടികൾക്ക്
കുട്ടികൾ നിഷ്കളങ്കരാണ്. അവരുടെ വീട്ടിൽ നിന്ന് പറയുന്ന പല കാര്യങ്ങളും അവരായിട്ട് കൂട്ടുകൂടണ്ട, നീ ഈ ജാതിയിലുള്ളതല്ലേ, നിനക്ക് പഠിച്ചാ നിനക്ക് സുഖമായിട്ട് ജയിക്കാലോ, നിനക്ക് റിസർവേഷൻ ഉള്ളതല്ലേ. ഇതായിരിക്കും വിദ്യാഭ്യാസമുള്ള ഓരോ ദളിത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുള്ള ഒരു സാധനമാണ്. നിനക്ക് വെറുതെ പഠിച്ചാ പോരെ, നീ ജയിക്കും, നിനക്ക് അവിടെ റിസർവേഷൻ വെച്ച് ജോലിയും കിട്ടുന്നത്. ഇതൊരു റിസർവേഷൻ ഒരു അവകാശം എന്ന് മനസ്സിലാക്കാൻ പോലും ഇവിടെ ഇത്രയും വിദ്യാഭ്യാസ സാക്ഷരത കേരളത്തിൽ പോലും പല ആൾക്കാർക്കും ഇപ്പോഴും അറിയത്തില്ല. ബിന്ദുവിന് ഏത് പ്രായത്തിലാണ് ഇതൊക്കെ ഇവരൊരു കാസ്റ്റ് ചിന്തയിലാണ് പറയുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോഴാ? എനിക്ക് നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ, കൂടുതൽ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ പണ്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വേറൊരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്നോട് പല കുട്ടികളും പറയാറുണ്ട്, എൻ്റെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നോട് പറയാറുണ്ട്, എടി ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോ, ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ ഇന്നുണ്ടോ എന്ന് ഭയങ്കര കൗതുകത്തിൽ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്താ പറയുക, ഞാൻ എൻ്റേതായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി കിട്ടി നിൽക്കുന്ന ഒരു സമയം ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് ഇതേപോലെ ഫുഡ് വാരി കൊടുക്കുവാന്ന് സാർ, ഫുഡ് വാരി കൊടുക്കണം. അപ്പൊ ഫുഡ് വാരി കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി എന്നോട് പറയുവാണ്, ഞാൻ നിന്റേന്ന് കഴിക്കും, ഞാൻ നീ വാരി തന്നാ കഴിക്കും, പക്ഷെ എക്സ് കഴിക്കത്തില്ല. എക്സ് വേറൊരു കൂട്ടുകാരി, എക്സ് കഴിക്കത്തില്ലാന്ന്. പക്ഷെ എന്നെ പോലെ ഞാൻ ഇത്രയും അറിവുള്ള ആളെന്ന് ഞാൻ വിചാരിക്കുന്ന എനിക്ക് പോലും അതിനുള്ളിലുള്ള ഒരു വിഷസാധനം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. വർഷങ്ങളെടുത്ത് ഒരു 1.5 വർഷത്തിന് ശേഷം എന്തോ ഇത്തരത്തിൽ നമ്മളൊരു സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ കുട്ടി ഇന്ന ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് എന്നോട് അവരാ പറഞ്ഞു തരുന്നത്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആ കുട്ടിയുടെ മനസ്സിൽ അത്രയും ചിന്തയുണ്ട്, നിന്റെ അടുത്ത് കഴിക്കാൻ പാടില്ല, കഴിക്കുന്നത് എന്തോ ഔദാര്യമാണ് എന്ന രീതിയിൽ. അപ്പോ ആ ഒരു സാധനം പോലും നമുക്ക് ഈ ഡയറക്റ്റ് ഇങ്ങനെയൊക്കെ നമ്മളുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ദളിതായി ജനിച്ചു അല്ലെങ്കിൽ വളർന്നു എന്നതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള സമൂഹത്തിൽ ചില ആൾക്കാരെ മാറ്റി നിർത്തുന്നുണ്ട്. നമ്മളെന്തോ കറക്റ്റായ സ്ഥലത്തല്ല ജനിച്ചത് എന്നൊരു തോന്നൽ ഫീൽ ചെയ്ത് തുടങ്ങിയോ ബിന്ദുവിന്? മുൻപ് തോന്നിയിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലത്തൊക്കെ തുടങ്ങിയോ? പക്ഷെ ഇപ്പൊ എനിക്ക് ഞാൻ ഇന്ന കുലത്തിലാണ് ജനിച്ചത്, ഇന്നതിലാണ് ജോലി ചെയ്ത്, എന്റെ അച്ഛനും അമ്മയും ഇതാണ് എന്റെ അച്ഛനും അമ്മ, എന്റെ അച്ഛൻ്റെ അമ്മയുടെ ഐഡന്റിറ്റി തുറന്നു പറയാനോ ഒന്നും എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ഒന്നും വീട്ടിൽ TV പോലും ഉണ്ടായിരുന്നില്ല. TV കാണാനൊക്കെ കുറേ വീടുകളിലൊക്കെ നിന്ന് അങ്ങനത്തെ കുറേ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ചേച്ചിമാർക്കൊക്കെ ഇച്ചിരി കൂടെ കടുപ്പായുള്ള അനുഭവമായിരിക്കും, എന്നാലും എനിക്ക് ഇച്ചിരി കുറവാണ്. ബിന്ദു ആലോചിച്ചു, അമേരിക്കയിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. നല്ല കാര്യമായി. ഇല്ല, എനിക്ക് കേരളത്തിൽ തന്നെ ജനിച്ചാൽ മതി. കേരളത്തിന്റെ അറ്റ്മോസ്ഫിയറും ഇതൊക്കെ എനിക്ക് ഇഷ്ടം, മനുഷ്യരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ടി വി ഇല്ലാത്തതിന്റെ അനുഭവം എന്തായിരുന്നു? TV ഇല്ലാതെ അപ്പോൾ എനിക്ക് എന്റെ ഫസ്റ്റ് കവർ ഇന്റർവ്യൂ വന്നപ്പോൾ, ഞാൻ ഇപ്പൊ സെലിബ്രിറ്റി ജേർണലിസ്റ്റ് ആയിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് TV ഒക്കെ കാണുമ്പോൾ, TV വേറെ വല്ല വീട്ടിലാണെങ്കിലും ബാക്കിലൊക്കെ പോയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, ഇതിന്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കാണാൻ പറ്റുമോ, ആൾക്കാരെ ആക്ടേഴ്സിനെ കാണാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയുള്ള ആക്ടേഴ്സിന് ഞാൻ ഇപ്പോൾ മുന്നിലിരുത്തി ഇന്റർവ്യൂ എടുക്കുക. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിട്ട് എന്റെ കരിയർ ബേസ് ഞാൻ ഒന്നും ആയിട്ടില്ല സാർ. പക്ഷെ ഞാൻ എവിടെ നിന്നാണോ വന്നത്, ഇപ്പൊ എവിടെയാണോ നിൽക്കുന്നത് എന്നുള്ളൊരു സാധനത്തിൽ എനിക്ക് ചെറിയ രീതിയിൽ ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിലും നമ്മുടെ വീട്ടിൽ TV ഇല്ല, നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളൊക്കെ വേറെ വീടുകളിൽ നിന്നാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇപ്പോൾ ഇവിടെ സാറിന് മുന്നിലിരുന്ന് സംസാരിക്കാൻ പറ്റും. ബിന്ദു ഇപ്പം നമ്മുടെ ഒരു ഇന്റർവ്യൂ പോയ ഒരു അനുഭവം പറഞ്ഞല്ലോ, അതുപോലെ കുട്ടിക്കാലത്തൊക്കെ ഇപ്പം ഈ കോരൻ കാളി എന്നൊക്കെ പറയുമ്പോഴേ സ്കൂളിലൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? സ്കൂളില് കുട്ടികളൊക്കെ കളിയാക്കി ചിരിക്കും. കോരൻ കാളി എന്നുള്ളത് ഒരു കളിയാക്കൽ സാധനമായിട്ട് എപ്പോഴും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. കോരനോ അങ്ങനെ എന്നൊരു സാധനം ഉണ്ടല്ലോ. പിന്നെ വലുതായതിനു ശേഷം എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ അച്ഛൻ്റെ പേരെന്താ വെച്ചാൽ കോരൻ എന്ന് പറഞ്ഞാൽ എടി കോമഡി പറയില്ലേ, ശരിക്കും പറ എന്താ അച്ഛൻ്റെ പേര്, കളിപ്പിക്കുവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. പിന്നെ ഒരു കൺഫ്യൂഷൻ എല്ലാവരും മുഖത്ത്, എന്താണിത് കോരൻ എന്ന് പേര്, ബിന്ദു ഭയങ്കര മോഡേൺ ലുക്കും, അച്ഛൻ്റെ പേര് കോരൻ, ബിന്ദുവിൻ്റെ പേര് ബിന്ദു, എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ. ഇവരുടെയൊക്കെ മനസ്സിൽ ഇന്നൊരാൾക്ക് ഇന്ന പേരിലുള്ള ആൾ ഇന്ന രൂപ ഉണ്ടാവാൻ പാടുള്ളൂ എന്നൊക്കെ അവരുടെ ഒക്കെ ഒരു മനസ്സിൽ അവര് സെറ്റ് ചെയ്ത് വെച്ചു. മാത്രമല്ല ഈ ലംസം ഗ്രാൻഡ് പോലെ സാധനമൊക്കെ വാങ്ങിക്കാൻ അച്ഛനായിരുന്നല്ലോ വന്നിരുന്നത്. അച്ഛനും അമ്മയും വരും. അച്ഛനും അമ്മയോടെ വരുമ്പോ ഈ ഗ്രാൻഡ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ടീച്ചേഴ്സ് നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പാരന്റ്സ് മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ മുന്നോട്ടുള്ള പഠനത്തിനും അത് കൂടുതലായിട്ട് സഹായിക്കും. പക്ഷെ ഒന്നും അച്ഛനും അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, എന്താണ് പഠിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല അവർക്ക്. കാരണം അവർക്ക് അതൊന്നും നോക്കണം നേരമില്ല സാർ. കാരണം അവർ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയിൽ അവർക്ക് എന്ത് മക്കളുടെ വിദ്യാഭ്യാസം. പക്ഷെ ഇൻഡയറക്ട്ലി അച്ഛനും അമ്മയും ജീവിതം കൊണ്ടാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എനിക്കാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ബാക്കി ചേച്ചിമാർക്കാണെങ്കിലും എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും നേടണമെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വഴി നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ വിദ്യാഭ്യാസം നേടണം, നമ്മുടെ സ്വന്തം എഫേർട്ടിൽ. ഫേസ്ബുക്കിലല്ല, ട്രൂ കോപ്പി എന്ന് പറഞ്ഞ മല്ലാസി മോഹനൊക്കെ വർക്ക് ചെയ്യുന്ന, ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്ന അതിൽ എഴുത്തുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ
എൻ്റെ അനുഭവക്കുറിപ്പ് ഒരു കഥ പോലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ പബ്ലിഷ് ചെയ്ത് വന്നതിന് ശേഷം ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു, ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാർ. അതില് ഞാൻ ഇത്തരത്തില് ചെറുപ്പത്തിൽ ഉണ്ടായുള്ള ലംസഗ്രാൻഡ് മേടിക്കാൻ നേരത്ത് അച്ഛൻ വരുമ്പോ എന്റെ ഉള്ളിലുണ്ടാവുന്ന നെഞ്ചിടിപ്പും അതേ സാധനം കൺവേർട്ട് ചെയ്ത് 2020 ആ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഞാൻ അനുഭവിച്ച സാധനം കൂടെ നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റിയെന്ന് വെച്ചാൽ അതുകൊണ്ടായിരിക്കണം അവർ പബ്ലിഷ് ചെയ്തത്. അതിനുശേഷം ഒരുപാട് പേര് ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റോറി കണ്ടിരുന്നു. അതുകൊണ്ടാണ് ബിന്ദുവിനെ പിടിച്ചുകൂടെ നിർത്തി സംസാരിപ്പിക്കാന്ന് വിചാരിച്ചത്. സന്തോഷം സാർ. അതെന്തായാലും നന്നായി. കാര്യം അത് മാളവരൊക്കെ അറിഞ്ഞല്ലേ, നാട്ടുകാരൊക്കെ അറിഞ്ഞു. അതെ അതെ അതെ, നമ്മൾ തന്നെ നമ്മുടെ ജീവിതം പറയണ്ടേ സാർ. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ സ്കൂളിൽ വരുമ്പോൾ നമുക്കതൊരു പേടിയാ. അപ്പൊ അതിനകത്ത് ജാതി ചിന്ത മാത്രമല്ല, ഇവർ ഇനി വന്ന് ഒരുപാട് വേണ്ടാത്ത സംസാരിക്കുമോ, കാര്യം അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവാണെങ്കിൽ അവർ ഒരുപാട് സംസാരിക്കും എന്നൊക്കെ പറയും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ബിന്ദു ഇവരെയൊക്കെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം അല്ലേ? അച്ഛൻ നാളെ സ്കൂളിൽ വരുന്ന പറഞ്ഞാൽ ഇന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ അച്ഛന്റെ ഷർട്ട് അതിൽ ഞാൻ ആ കഥയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഉടുപ്പൊക്കെ ഇടാൻ പറയും സാർ. ഞാൻ അതായത് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ഒരു ടൈപ്പ് ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛന്റെ ഒരു മഞ്ഞ ഷർട്ട് ഉണ്ട്, അത് ഒരു മുണ്ടൊക്കെ ഇട്ടിട്ട് അല്ല അങ്ങനെ വിശേഷങ്ങൾക്ക് മാത്രം ഇടുന്ന ഡ്രസ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് വെക്കും. പക്ഷെ ആര് കേൾക്കാനും പണി സ്ഥലത്ത് നിന്ന് അതേ മുണ്ടും അതേ ചളിയോട് കൂടിയാണ് വരിക. അപ്പോൾ ആ രൂപക്ക് ഇപ്പോഴും നമുക്ക് ആലോചിക്കുമ്പോൾ, കാരണം അച്ഛൻ പോയിട്ട് 3 വർഷമായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. അതുപോലെ ഞാൻ വേറെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിലെ ഈ ഗ്രാൻഡ് വാങ്ങുന്ന കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയും. സാറിന്റെ സ്കൂളിലൊന്നും കേട്ടിട്ടില്ലാത്തൊരു കാര്യം, അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുമായിരുന്നു. സാർ അത് കേട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതമാവുന്നു. കാരണം നമ്മൾ പഠിക്കുന്ന തിരുവിതാംകൂർ ഭാഗത്തെ സ്കൂളുകളൊന്നും ചെയ്യാറില്ല. ലംസം ഗ്രാൻഡ് മേടിക്കുന്ന കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയും. ഡീറ്റെയിൽസ് സാധനങ്ങൾ എടുക്കാനാണ്, അല്ലെങ്കിൽ പൈസ മേടിക്കാനുള്ള കുട്ടികൾ പോകണം എന്ന് പറയുമ്പോഴൊക്കെ നീറ്റ് നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഭയങ്കര ഒരു നമുക്കിങ്ങനെ മറ്റുള്ളവരുടെ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നും ആ സമയത്ത്. കാരണം ഇപ്പൊ എൻ്റെ കൂടെ നല്ലൊരു സുഹൃത്തായിട്ടുള്ള ആൾ, അപ്പൊ എന്റെ ജാതി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവള്, കാരണം ജാതി എന്തോ മോശമായിട്ടാണല്ലോ ഞാൻ കണ്ടുവച്ചേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും അഞ്ജലി എന്നോട് ഇനി മിണ്ടാതെ ആവോ, അവൾക്കുള്ള സൗഹൃദത്തിന്റെ കാര്യം. അപ്പൊ പണ്ട് മുതലേ നമ്മൾ ആ ഇൻസെക്യൂരിറ്റിയിലാണ് സാർ നമ്മള് ജീവിക്കുന്നത്. അല്ല, ഈ ഇങ്ങനെയൊക്കെയുള്ള ചില ഈ കുട്ടിക്കാല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പ്രണയമൊക്കെ ബിന്ദു മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ആ വഴിക്കൊന്നും പോവാതെ പ്രണയം മാറ്റി വെച്ചിട്ടില്ല, സന്തോഷിക്കാൻ കേട്ടോ, നേരായ വഴിക്ക് പോയി എന്ന് പറഞ്ഞു അല്ലേ? ഇല്ല, പ്രണയം ഒന്നും മാറ്റി വെച്ചിട്ടില്ല. പക്ഷേ പ്രണയങ്ങളിൽ ഇതേപോലെ ജാതീയ അധിക്ഷേപങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതും കടുത്ത അനുഭവമാണോ? കടുത്ത അനുഭവമാണോന്ന് പറയാൻ പറ്റുന്നതാണെങ്കിലും പറയാ. പറയാൻ പറ്റുന്നതാണ്. എന്റെ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളുടെ ആൾക്ക് എന്നെ കണ്ടപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്റെ ഫാമിലിക്കാണെങ്കിലും. പക്ഷെ നമ്മുടെ ജാതിയാണല്ലോ പ്രശ്നം. നമ്മൾ ഇവര് പറയുന്ന രീതിയിൽ, പറയപ്പെടുന്ന രീതിയിലുള്ള ഒരു ദളിത് രൂപം വരെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ജാതി അറിഞ്ഞതിന് ശേഷം ഇത്തരത്തില് എന്താണ്, നീ ആ ജാതിയിലുള്ള ആ എസ്സിനെ കല്യാണം കഴിക്കുന്നേക്കാൾ നല്ലത് നീ വല്ല ട്രാക്കിങ് പോയി ചാടണമെന്ന് അയാളോട് പറഞ്ഞതായിട്ട് അയാൾ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇതായിട്ടുണ്ട്. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ തന്നെ കസിനൊക്കെ ഇതേപോലെ പറഞ്ഞ പ്രേമിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും എസ്സികളെ പ്രേമിക്കരുത്, എസ്സികൾക്ക് വൃത്തിയില്ല എന്ന സാധനമൊക്കെ. അപ്പൊ ഇവരൊക്കെ PG ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്, എംപ്ലോയിഡ് ആയിട്ടുള്ള ലൈഫിൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആയി നിൽക്കുന്ന സ്പേസിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് അത്ര ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങനെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, പ്രണയത്തിലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും വേറൊരാൾ എന്നോട് പ്രണയം തകർന്നു പോയോ? ആ പ്രണയം തകർന്നു പോയി. ഇതുകൊണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്? കാരണം അദ്ദേഹം അങ്ങനെ അത്തരത്തില് ജാതീയ ചിന്തകൾ വെച്ച് വളർത്തുന്ന ആളൊന്നായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പിന്നെ പരീക്ഷ ഇല്ല, പിന്നെ പരീക്ഷിച്ചിട്ടൊക്കെ എത്താനുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിരിക്കും. യാത്ര തുടരുക. അപ്പൊ എന്തായാലും നന്നായി. നമുക്കിനി ഒരു കാര്യം ചെയ്യാലോ, ഇനി നമുക്ക് മത്സരത്തിലേക്ക് ഒന്ന് കടന്നാലോ? ചെറിയ ടെൻഷൻ ഉണ്ട് സാർ. അതിന് ടെൻഷൻ ഒന്നും വേണ്ട, റിലാക്സ്. താങ്കളിപ്പോ MCJ കഴിഞ്ഞ ഒരാളല്ലേ, ഇത്രയും കാലത്തെ പത്രപ്രവർത്തന പാരമ്പര്യമൊക്കെ ഉള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനെ നമ്മൾ അത്രയും കടുകട്ടിയായ ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്ഥലമല്ല ഇത്. ഇത് കുറച്ച് മയപ്പെട്ട ചോദ്യങ്ങളും പിന്നെ കുറെ ജീവിതാനുഭവങ്ങളും ഒക്കെയാണ് നമ്മൾ സാധാരണ ഈ പരിപാടിയിൽ പ്രിഫർ ചെയ്യുന്നത്. 2 രീതി മത്സരിക്കാം. 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യാം, അതല്ല 20 ചോദ്യങ്ങൾ വഴിയും യാത്ര ചെയ്യാം. 20 കോടിയാവാം. അല്ല സോറി, 20 കോടിയാണോ? ആലോചന കൊണ്ട് ഇങ്ങോട്ട് വന്നോണ്ടായിരിക്കും കേട്ടോ. അപ്പൊ 20 ചോദ്യങ്ങൾ വഴി പോവാം. അപ്പൊ നമുക്ക് കുട്ടേട്ടനെ പരിചയപ്പെട്ടുള്ളൂ. ഇതാണ് കുട്ടേട്ടൻ. നമസ്കാരം ബിന്ദു PP. നമസ്കാരം. താങ്കൾക്ക് സുഖം തന്നെയല്ലേ? സുഖാണ്. കുട്ടേട്ടൻ സുഖല്ലേ? കുട്ടേട്ടൻ സുഖമായിരിക്കുന്നു. എന്റെ ബോസിനോട് ഒരു നുണ താങ്കൾ പറഞ്ഞു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് കുറെ അധികം പ്രണയമുണ്ടായിരുന്നു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. കുട്ടേട്ടൻ കറക്റ്റ് ആണ്. കുട്ടേട്ടൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അപ്പൊ എന്തായാലും ബിന്ദു, താങ്കൾ നന്നായി മത്സരിക്കൂ. ബിന്ദുവിനെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. വെൽക്കം.
താങ്ക് യു. അപ്പൊ എന്നോട് ഒരു നുണ പറ. ഞാൻ വിചാരിച്ചു എന്റെ ഈ മുഖത്ത് നോക്കി നുണ പറയത്തില്ലെന്ന്. ഓക്കെ, നന്നായി പോട്ടെ. അപ്പൊ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 10,000 രൂപയുടെ ചോദ്യമാണ്. റുപ്പീസ് 10,000. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം, ഇനി പറയുന്നവയിൽ ഏത് ജീവിയുടെ ഇംഗ്ലീഷ് പേരാണ് ഒരു കായിക ഇനവുമായി പേര് പങ്കിടുന്നത്? ഓപ്ഷൻ എ ഉറുമ്പ്, ഓപ്ഷൻ ബി ചിതൽ, ഓപ്ഷൻ സി ചീവീട്, ഓപ്ഷൻ ഡി മുട്ട. ഓപ്ഷൻ സി. ഉറപ്പായിരിക്കുമോ? എന്തായിരിക്കും ആ ഐറ്റം? ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ ഓപ്ഷൻ സി ആണ്. ഉറപ്പാണോ? ഓപ്ഷൻ സി ചീവീട്. പൂട്ടട്ടെ ഞാൻ? ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്യട്ടോ? ചേച്ചി എവിടെ നിന്ന് ചിരിക്കുന്നുണ്ടോ? ഓക്കെ, തെറ്റെന്ന് വിചാരിച്ചാണോ? ഓപ്ഷൻ സി ചീവീട് ഞാൻ എന്തായാലും ലോക്ക് ചെയ്തു. ഇനി വരാനുള്ളത് വഴി തങ്ങത്തില്ല അല്ലേ? ഓക്കെ, നമുക്ക് തുറന്നു നോക്കാം, പതുക്കെ തുറക്കാം. ഓപ്ഷൻ സി ചീവീട്, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാകാൻ സാധ്യതയില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ ചീവീട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അതിന്റെ പേര് ക്രിക്കറ്റ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് 20,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ 10,000 രൂപ കയ്യിലുണ്ട്. ഇനി 20,000. സൂക്ഷിച്ചുത്തരം പറഞ്ഞോളൂ. 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. LED നോക്കിക്കോളൂ, നല്ലൊരു മനോഹരമായ വീഡിയോ കാണിച്ചു തരാം. ഏത് വ്യക്തിയാണ് 5 സുന്ദരികൾ എന്ന സിനിമയിൽ ഗുരു സോമസുന്ദരത്തിന് ശബ്ദം നൽകിയത്? ഓപ്ഷൻ എ ദിലീഷ് പോത്തൻ, ഓപ്ഷൻ ബി ആഷിഖ് കപൂർ, ഓപ്ഷൻ സി നിവിൻ പോളി, ഓപ്ഷൻ ഡി അജു വർഗീസ്. ദിലീഷ് പോത്തൻ. അദ്ദേഹത്തിന്റെ ശബ്ദമാണോ അത്? അദ്ദേഹത്തിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ? ദിലീഷ് പോത്തൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, പക്ഷെ ഇഷ്ടമുള്ള ഒരാളാ, ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാ. അദ്ദേഹത്തിനാണോ ബിന്ദുവിനാണോ? അല്ല, എനിക്ക് അദ്ദേഹത്തിന്. ഓക്കെ, ഓപ്ഷൻ എ ദിലീഷ് പോത്തൻ. ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്തു. ആഷിഖ് കപൂർ അല്ലല്ലോ? അല്ല. ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ ദിലീഷ് പോത്തനെ നമ്മൾ ലോക്ക് ചെയ്തു. അങ്ങനെ തന്നെ വേണം, ദിലീഷ് പോത്തൻ അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ദിലീഷ് പോത്തൻ ആണ് ആ ശബ്ദത്തിന്റെ ഉടമ എന്ന് താങ്കൾ പറഞ്ഞു. നിർഭാഗ്യകരമായി പോയി. അല്ല, താങ്കൾക്കല്ല, എനിക്ക്. ഉത്തരം ശരിയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന കേട്ടോ, ഞാൻ എന്റെ ഫേവറേറ്റ് സിനിമയാണ് അത്, സേതുലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് 5 സുന്ദരിൽ. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും 20,000 രൂപ കിട്ടി. അപ്പൊ കുട്ടിയായിട്ട് എന്തോ ചോദിക്കാൻ വന്നു. ബിന്ദു PP, താങ്കൾ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിന്ദുവും താങ്കളുടെ സ്നേഹിത അസ്നയും ചേർന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് നിങ്ങളുടെ ഹോസ്റ്റലിലെ ഒരു മുറി പെയിന്റ് അടിച്ചിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ കുട്ടിയായിട്ട് ഇതൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരാണോ പെയിന്റ് അടിച്ചത്? ഞങ്ങൾ രണ്ടുപേരല്ല, ഒത്തിരി പേരുണ്ടായിരുന്നു കൂടെ. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആരുടെ? ബിന്ദുടെയും വേറൊരാളുടെയും. അതിന് ഹോസ്റ്റൽ മൊത്തം പെയിന്റ് അടിച്ചോ? ഹോസ്റ്റലിൽ ഒരു റൂം പെയിന്റ് അടിക്കേണ്ട വന്നു. ഓക്കെ, എന്തായിരുന്നു അതിന്റെ ആവശ്യം? സാധാരണ ഹോസ്റ്റൽ റൂമിൽ കയറി പെയിന്റ് അടിച്ചാൽ വാട്ടർ പിടിക്കില്ലേ? അത് ഈ രഹസ്യ കുട്ടിയേട്ടന് മാത്രമേ അറിയത്തുള്ളൂ, എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ എന്റെ കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്തായിരുന്നു അത്. കൈ എങ്ങനെ ഒടിച്ചു? കൈ ഒടിഞ്ഞത് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ മറ്റൊരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭയങ്കര വണ്ടി ഇങ്ങനെ സ്ലോളി പോയിരുന്നു. അപ്പൊ ഒരു ഗട്ടറിൽ ചാടിയപ്പോ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് പോയി, എന്റെ കൈ മുകളിൽ തട്ടി, അങ്ങനെ കൈ ഒടിഞ്ഞായിരുന്നു. അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇപ്പൊ ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട് കാണുന്ന സാധനങ്ങൾ ഞങ്ങൾ പണ്ട് മുതലേ. ഇവിടെ ഒരു മത്സരാർത്ഥി വന്നു. അത് നമ്മുടെ ആ മത്സരാർത്ഥിയെ കുറിച്ച് മിക്കവാറും 3-4 ദിവസം കൂടുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു ബസ്സിൽ പോകുമ്പോഴേ ഒരാള് ബസ്സിന്റെ കമ്പിയില്ലേ, ആ കമ്പിയിൽ തല വെച്ച് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടി അയാളുടെ തല ഇങ്ങനെ എടുത്തു മാറ്റുമ്പോൾ ആ വണ്ടി ഒന്ന് അവരുടെ കയ്യിലടിച്ച് കൈയേറ്റുപോയി. അപ്പോൾ പാലക്കാട്ടെ ഇപ്പം ഒരു ഛത്തീസ്ഗഡുകാരിയാണ്. അപ്പോൾ ആരാൽ അവരുടെ കൈ പോയോ അയാൾ പിന്നീട് അവരെ കല്യാണം കഴിച്ചു. ആ മനുഷ്യനെ ഈയിടയ്ക്ക് ഞാൻ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥനാ, അവിടെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ ഒരുപക്ഷെ ആ എപ്പിസോഡ് കണ്ട ആർക്കും ആ സംഭവം മറക്കാൻ പറ്റത്തില്ല. കാരണം ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ താനും ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ, അതേപോലെ എന്തോ ഇവിടെ വരുന്നവർക്കല്ല ഇതാണോ പ്രശ്നം
എന്ന് ചോദിക്കാൻ തുടങ്ങും. ഇനി നമ്മുടെ പെയിന്റ് ആ അടിയിലേക്ക്. അപ്പൊ കൈ ഒടിഞ്ഞിരിക്കുവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ആവുമ്പോ അങ്ങനെ വലിയ രീതിയിൽ സെലിബ്രേഷൻ ഉണ്ടാവത്തില്ല, കാരണം ഇവര് കളർ കലക്കി വെള്ളം മേലൊഴിക്കുക, മുട്ട എടുത്തെറിയുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കൈ ഒടിഞ്ഞല്ലേ ചെറിയൊരു കൺസിഡറേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ കൂടെ വേറൊരു ബർത്ത്ഡേ ട്യൂനും കൂടെ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ബർത്ത്ഡേ കേക്ക് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കലാപരിപാടികൾ തുടങ്ങി. പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം വന്നപ്പോൾ ഇവർ മനസ്സിലായി, കാരണം വെട്ടാറായിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെട്ടാൻ പറ്റും. അപ്പോൾ ഇവർ വിചാരിച്ചു ഇനിയിപ്പോൾ കൺസൾട്ടേഷൻ ഒന്നും കൊടുക്കണ്ട വിചാരിച്ച് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിയും പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ ഓടിയിട്ട് ഹോസ്റ്റലിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റൂം ഉണ്ടായിരുന്നു. ആ റൂമിലേക്ക് കയറി. ആ റൂമാണെങ്കിൽ പുതിയ പണിഞ്ഞ് വെക്കുക, പുതിയ പെയിന്റ് ഒക്കെ ചെയ്തേക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അതും ഇതൊക്കെ കളർ വെള്ളമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ആ റൂം ആകെ വൃത്തികേടായി. പിന്നെ ഞങ്ങൾക്ക് ആകെ പേടിയായി, കാരണം വാടക ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്, നല്ല രീതിയിൽ വഴക്ക് കേൾക്കും. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെയുള്ള പെയിന്റ് പാട്ടയിൽ കുറച്ച് പെയിന്റൊക്കെ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഞങ്ങൾ ആദ്യമായിട്ട് അവസാനമായിട്ട് ആ പെയിന്റ് അടിച്ചു. ആ രഹസ്യം ഇപ്പോഴാണ് പുറത്തറിയുന്നത്. ഇതേ ഹോസ്റ്റലിലെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? റോയിട്ടർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഡ്രസ്സുമായിട്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവരൊക്കെ പറയുമ്പോഴാണ് അറിയുന്നത്. ഇയാളൊക്കെ എന്റെ ജീവിതത്തിൽ 10-12 വർഷമായി എന്റെ കൂടെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം ഞങ്ങള് 2013-14 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി വേറെ സ്ട്രീമാണ്, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പക്ഷെ MCG ആയിട്ടുള്ള ഞാനുമായിട്ടായിരുന്നു കൂടുതൽ കൂട്ട്. ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഒരു റൂമിൽ ഒരു ഫാമിലി പോലെ തന്നെയാണ് ജീവിക്കുന്നത്, ഇപ്പോഴും ഒരു ഫാമിലി പോലെയാണ്. അപ്പൊ പുള്ളിക്കാരിയൊക്കെ ഇപ്പൊ പറയും, നമ്മുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നല്ല ഡ്രസ്സൊക്കെ കാണുമ്പോഴേ അവരൊക്കെ പറയുന്ന ബിന്ദു കാണണ്ട, അത് കൊടുത്തോണ്ട് ബിന്ദു എടുത്ത് ചോദിക്കും, ഇടാൻ വേണ്ടി ചോദിക്കും എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ പിന്നീട് കേൾക്കുമ്പോ നമുക്ക് ഇപ്പൊ തമാശയാണ്, പക്ഷെ അന്ന് അതൊക്കെ ഇങ്ങനെ ഇവളിങ്ങനെ പറയുമ്പോഴൊക്കെ നമുക്കൊരു വിഷമം തോന്നാറുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്ന് അവരാണ് പറഞ്ഞത്. ഞാനൊക്കെ അവിടെ പഠിച്ചതാ. അപ്പൊ നമ്മളൊക്കെ ഹോസ്റ്റലായിരുന്നു, നമ്മൾ അഡീഷണൽ ഹോസ്റ്റലായിരുന്നു അവിടെ താമസിക്കുന്നത്. അപ്പൊ ആ ഹോസ്റ്റലിലൊന്നും അങ്ങനെ കേട്ടുകഴിവ് പോലും ഇല്ല കേട്ടോ. അവിടെ എടുത്തിടുക എന്നുള്ളതാണ്. നമ്മുടെ റൂമിൽ പോയി കഴിഞ്ഞാലേ ആദ്യം വരുന്നൊക്കെ ആദ്യം ഇട്ടുകൊണ്ട് പോവാം, ആ അവസ്ഥയായിരുന്നു. നമുക്ക് അനുഭവിക്കാത്ത കഥകൾ എപ്പോഴും എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ ലോകം മറ്റൊന്നായിരിക്കും. കാര്യം വിമൻസ് ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സംതിങ് ഡിഫറെന്റ് ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പോൾ നമ്പർ 3 ക്വസ്റ്റ്യൻ, 30,000 രൂപയുടെ ചോദ്യം. മോണിറ്റർ പറയിപറ്റ പന്തിരുകുലത്തിലെ ആരുടെ സ്മരണാർത്ഥമാണ് തൃത്താല കൂറ്റനാട് റോഡിൽ ഒരു ആൽമരം ഉള്ളത്? ഓപ്ഷൻ എ നാരായണത്ത് ഭ്രാന്തൻ, ഓപ്ഷൻ ബി വായില കുന്നിലപ്പൻ, ഓപ്ഷൻ സി മേഴത്തുള്ള അഗ്നിഹോത്രി, ഓപ്ഷൻ ഡി പാക്കനാർ. ഓപ്ഷൻ ഡി പാക്കനാർ. അതിന് നിങ്ങൾക്ക് സംശയമുള്ള കാര്യമല്ലേ? നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. ഓപ്ഷൻ ഡി പൂട്ടോ, ലോക്ക് ചെയ്തു, പാക്കനാർ. ഉത്തരം ശരിയാണ്. അപ്പൊ ഇപ്പൊ 30,000 രൂപയായി. ഇനി നമ്മൾ 40,000-ലേക്കാണ് പോകുന്നത്. 40,000. മോണിറ്റ് അങ്ങോട്ട് നോക്കിയുള്ള ഒരു സ്റ്റില്ല് കാണിച്ചു തരാം. കണ്ടല്ലോ? ഓക്കെ. ഈ ചിത്രശലഭം കേരളത്തിൽ സാധാരണയായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ ചകിരിച്ചിറകൻ, ഓപ്ഷൻ ബി ഗരുഡശലഭം, ഓപ്ഷൻ സി ചക്കരശലഭം, ഓപ്ഷൻ ഡി വരയൻകടുവ. പിന്നെ ഞാൻ പറയാൻ മറന്നു, കുട്ടേട്ടന് 2 പിടിവള്ളി ഹെൽപ്പ് ലൈൻ അവിടെയുണ്ട്. ഇവര് കൂട്ടുകാരി ഉൾപ്പെടെയുള്ള ചേച്ചി ഉൾപ്പെടെയുള്ളവരുടെ ഒരു പിടിവള്ളിയുണ്ട്. അപ്പൊ 3 സഹായഹസ്തം നീണ്ടുവരും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി വരയൻകടുവയാണോ? ഓപ്ഷൻ ഡി വരയൻകടുവ ആണോ? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പൂട്ടാം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പൂട്ടാന്നാണ്. ആത്മവിശ്വാസം ഉണ്ടോ? കോൺഫിഡന്റ് ആയ ഒരാളാണോ താങ്കൾ? ആണല്ലോ. അപ്പൊ പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ഡി വരയൻകടുവ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് കൂട്ടുകാരി ചിലപ്പോ പറയുമായിരിക്കും, ഞാൻ പറയില്ല. ഉത്തരം ശരിയാണ്. അതൊരു ലെക്കാണ് സാർ, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓപ്ഷൻ ഡി, അത് ഗസിംഗ് ആയിരുന്നു അല്ലേ? ഓപ്ഷൻ ഡി വരയൻകടുവ. അപ്പോ 40,000 രൂപ കിട്ടി. ഇനി നമ്മൾ 1,00,000 രൂപയിലേക്കാണ് കടക്കുക. അത് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകും. കുട്ടേട്ടൻ നമ്മളെ ഉയർത്തും. കുട്ടേട്ടാ, ലെവൽ 2. ബിന്ദു പി ഒന്ന് ഉയർത്തു. അയ്യോ, ആള് പേടിത്തൂറിയാണോ? ഇച്ചിരി. ഓക്കെ. ജേർണലിസ്റ്റ് വീരശൂര പരാക്രമിയായിരിക്കണം എന്നല്ലേ പറയുന്നത്? ഞാൻ അതുകൊണ്ട് സെലിബ്രിറ്റി ജേർണലിസ്റ്റ് ആയിട്ട് സേഫ് സോണിൽ ഇരിക്കുന്നത്. അല്ലാതെ നമ്മള് ഇവിടെ ജീവിച്ചു എന്ന് തോന്നിപ്പിക്കണ്ടേ? അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ എങ്ങനെ ജേർണലിസ്റ്റ് ആവും? ജേർണലിസ്റ്റ് അല്ലേ ആവും? ഓക്കെ. അച്ഛൻ ഇപ്പൊ ഇല്ല അല്ലെ? അച്ഛൻ മരിച്ചു. 3 വർഷം. കുറെ കാലമായോ? 3 വർഷം. എങ്ങനെയാ മരിച്ചത്? അച്ഛന് കോവിഡ് സമയത്ത് അറ്റാക്ക് ആയിരുന്നു. അച്ഛൻ പെട്ടെന്ന് അറ്റാക്ക് വന്നു. അതായത് തലേന്ന് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ അച്ഛൻ എണീറ്റ്
അപ്പോൾ അമ്മ ഒപ്പം നീറ്റപ്പോൾ അമ്മോട് പറഞ്ഞ് കിടന്ന സമയമായിട്ട് അമ്മ പണിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ തൊഴിലുറപ്പിന്. അപ്പം നിനക്ക് പോകാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഫ്ലാസ്കിൽ നിന്ന് ചായയൊക്കെ എടുത്ത് കുടിച്ച് വന്ന് കിടന്നുറങ്ങിയുള്ള ആള് പിന്നീട് നീറ്റില്ല. അച്ഛൻ പക്ഷേ സാധാരണ രീതിയിൽ അവധിയൊന്നും എടുക്കാതെ ജോലി ചെയ്ത ആളല്ലേ കൊല്ലങ്ങൾ. പക്ഷെ അച്ഛന്റെ എന്താണ് ഇത് മരണം സംഭവിക്കുന്ന 2 വർഷം മുന്നേ അച്ഛന്റെ കാലൊന്നും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മൾ അതുവരെ കണ്ടുള്ള ഒരു അച്ഛനെ ആയിരുന്നില്ല. അച്ഛൻ ഭയങ്കര ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ആയിരുന്നു. നമ്മളോടൊക്കെ ഇപ്പൊ പേരക്കുട്ടികളോടൊക്കെ അങ്ങനെ അതായിട്ട് അച്ഛന് ഭയങ്കര കൂട്ടായിട്ടൊരു ആ സമയത്ത് ആടിനൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും കൂടെ മേടിച്ചു തന്നു ആട്ടിൻകുട്ടീനെ. അപ്പൊ അത് അച്ഛൻ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ആ സമയത്ത്. നമ്മളിപ്പോ ഞാനിപ്പോ തിരുവനന്തപുരത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നു. അപ്പൊ വീക്കെൻഡിലൊക്കെ ഇതേപോലെ മിക്ക സമയം ഞാൻ ഓഫ് കിട്ടുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഓടി ചെല്ലുമായിരുന്നു. അതിന് ശേഷം അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മളെ ബാഗൊക്കെ തുറക്കുമ്പോൾ തന്നെ നോക്ക് എന്തെങ്കിലും ഉണ്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് പോത്തീസിന് ഒരു ഷർട്ട് മേടിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ഷർട്ട് മേടിച്ച് അവിടുന്ന് ഒരു ഇതേപോലെ അച്ഛനെ പോലെ പ്രായമായ ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനോട് അറ്റാച്ച്ഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടായിരുന്നു. അച്ഛൻ്റെ ഒരു അച്ഛൻ പോയതിന് ശേഷം ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റിയും പിന്നെ എന്താ പറയാ, അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾ ഇത്രയും പെൺകുട്ടികളാണ്, ഞങ്ങൾ 5 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് ഉള്ളത്. അപ്പൊ ഈ പെൺകുട്ടികളാണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അച്ഛയെന്നേ വിളിക്കുള്ളൂ. ചേച്ചിയൊക്കെ ആണെങ്കിൽ അച്ഛയെന്നേ വിളിക്കുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു സാധനം അച്ഛൻ പെട്ടെന്നേ, കാരണം ഞങ്ങളെ അച്ഛൻ ആണെങ്കിലും ഞാനാണെങ്കിലും ആ സമയത്ത് തിരുവനന്തപുരത്ത് നിൽക്കും. കോവിഡിൽ പെട്ടുപോയിട്ട് എനിക്ക് നാട്ടിൽ വരാൻ പറ്റത്തില്ല. കാരണം ഞാൻ ട്രെയിനിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കും, ചേച്ചിമാരെയൊക്കെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കും. അപ്പം എന്നോട് പറയും വരണ്ട, ട്രെയിനിലെങ്ങാനും വന്ന് വല്ല കോവിഡ് എന്തെങ്കിലും ആയി അച്ഛനും അമ്മയും പ്രായമായതല്ല നമ്മൾ നോക്കണ്ടേന്ന് പറയും. ഇവരൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ തന്നെ പുറത്തൊക്കെ നിന്നിട്ട് സംസാരിക്കുള്ളൂ, കോവിഡ് സമയത്ത് അത്രയും ശ്രദ്ധിച്ചിട്ട്. അപ്പൊ എനിക്ക് ഒരു 3 മാസം ഞാൻ അച്ഛനെ കണ്ടിട്ട് ഫെബ്രുവരിയിൽ കണ്ടത്, ജൂണിൽ അച്ഛൻ മരിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടം സമയം വരെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാതെ ഞാൻ ഭയങ്കര എക്സോസ്ഡ് ആയിരുന്നു ഭയങ്കരമായിട്ട്. അപ്പൊ വീഡിയോ കോൾ ചെയ്യും. അച്ഛൻ മരിക്കുന്നതിന്റെ 2 ദിവസം മുന്നേ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ അന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ എല്ലാവരും കോൺഫറൻസ് ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ അന്നാണ് നമ്മൾ കാണുന്നത്, ലാസ്റ്റ് ആയിട്ട് ഫോണിൽ കാണുന്നത്. അന്നൊരു ചേച്ചി വീട്ടിൽ പോയപ്പോൾ വീഡിയോ കോൾ ചെയ്തിരുന്നത് അതായിരുന്നു അവസാനമായിട്ട് കണ്ടത്. കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെ ആ മുഖം എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കും. ഇപ്പോഴും വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, ഞങ്ങളുടെ ആ വഴി ഇങ്ങനെ കയറുമ്പോൾ അച്ഛൻ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇങ്ങനെ തോന്നും. അപ്പോൾ അച്ഛൻ എന്നോട് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ എന്നോട് പറയുന്നത് എന്താണ്, അച്ഛന് വീണു വയ്യാതായെന്നാ പറയുന്നത്. പക്ഷെ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് തന്നെ, കാരണം പെട്ടെന്ന് എത്തണമല്ലോ. അപ്പൊ എനിക്കപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കറിയാം, റിയാലിറ്റി എനിക്കറിയാം, അച്ഛൻ മരിച്ചിട്ടായിരിക്കുമല്ലോ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അങ്ങനൊന്നും ആയിരിക്കരുത്. അവിടെ പോകുമ്പോൾ അച്ഛനൊരു കുഴപ്പമില്ലാതെ അച്ഛൻ അവിടെ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യോ കാലോ എന്ത് വേണേലും ഒടിഞ്ഞോട്ടെ, നമ്മളെ മക്കൾ എങ്ങനെ വേണേലും നോക്കും. പക്ഷെ അച്ഛൻ നാളെ നമുക്ക് മരണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു റിയാലിറ്റി സാധനം ഉണ്ടല്ലോ സാർ, നമ്മൾ ആ ഒരു വ്യക്തിയെ ഒരു പ്രസൻസ്, അച്ഛനൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം, ആ അച്ഛൻ്റെ കൂടെ കിടക്കുമ്പോൾ ഒരു സാധനം. അപ്പം ഞാനൊക്കെ ഒരു പ്രായം വരെ അച്ഛൻ്റെ അമ്മയുടെയും നടുവിലാണ് കിടന്നിട്ടുള്ളത്. ഇപ്പം ചെല്ലുമ്പോഴും ആണെങ്കിലും ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പോയത് ഇത് ഭയങ്കര പെയിനായിരുന്നു, ഭയങ്കര ഷോക്കായിരുന്നു. അതിന്ന് കുറേ വേണ്ടി വന്ന് ഞങ്ങൾക്കൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയാണ് അച്ഛനെ കുറിച്ചിട്ട് എഴുതാൻ തുടങ്ങിയത്. പിന്നെ എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും അച്ഛനെ കുറിച്ച് എഴുതുമ്പോൾ ബാക്കി എൻ്റെ എഴുത്തുകൾക്ക് അങ്ങനെ വലിയ കടുപ്പമുണ്ട്, അത്ര ശക്തമാണെന്നൊന്നും ആരും എന്നോട് പറഞ്ഞില്ല സാർ. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് നമ്മൾ മാഗസീനിൽ ഇന്റർവ്യൂ എഴുതുന്നുണ്ട്, പക്ഷെ പ്രത്യേക തരം ഒരു അപ്രിസിയേഷൻ ഒന്നും എനിക്ക് എവിടെ നിന്നും വന്നിട്ടില്ല. പക്ഷെ അച്ഛനെ കുറിച്ചിട്ടും ലൈഫിനെ കുറിച്ചും എഴുതുമ്പോൾ അതിലൊരു ലൈഫ് ഉണ്ടെന്നു, അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇത് എഴുത് എന്ന് കൂടുതൽ കൂടെയുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരാണെങ്കിലും പറയുന്നു. അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് എഴുതിയത്. എനിക്കാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അച്ഛൻ്റെ ജീവിതം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഫോട്ടോൻ്റെ കവറിൽ അത് വരച്ച് കവറിൽ അച്ഛൻ്റെ പേരിൽ ഒരു ബുക്ക് എനിക്ക് ചെയ്യണമെന്നാണ്, എഴുതണമെന്നാണ് എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അച്ഛന്റെ വിയോഗം അമ്മ എനിക്കറിയത്തില്ല, ഞങ്ങള് എന്താ പറയാ, നമ്മൾ വിഷമങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഓവറായിട്ട് അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആവത്തില്ല. പക്ഷെ ഓരോരുത്തർ സ്വയം ഹീൽ ചെയ്യുമായിരുന്നു. കാരണം നമ്മളിപ്പോഴും നമ്മുടെ വീട്ടിലൊരു വിശേഷം ഉണ്ടെങ്കിൽ എന്താ പറയാ, അവിടെ അച്ഛൻ ഉണ്ടാവും. നമ്മുടെ കയറ്റത്ത് അതുപോലെ ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു പാറയുണ്ട്, നമ്മൾ ദരിദ്രപ്പാറ അങ്ങനെ എന്തോ കളിയൊക്കെ എന്തോ പറയുന്നു തോന്നുന്നു. അവിടെ പ്രായമായ ആൾക്കാരൊക്കെ അവിടെ വന്നിരിക്കും. അപ്പൊ ഞാനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ വിളിച്ചു ചോദിച്ച്, അതായത് അച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ചോദിക്കും എപ്പോൾ വരിക, അപ്പോഴങ്ങോട്ട് വരിക എന്നാണ് അച്ഛൻ ഫോണിൽ ആദ്യം ചോദിക്കുന്ന കാര്യം, ഹലോ ഒന്നല്ല. അപ്പൊ നമ്മൾ വരുന്ന ദിവസം കൃത്യ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആ പാറയുടെ മുകളിലുണ്ടാവും. ഇപ്പൊ ചേച്ചിമാര് ബസ് ഇറങ്ങുവാണെങ്കിലും അവിടെ ഉണ്ടാവും, അച്ഛൻ അവിടെ ഉണ്ടാവും. പിന്നെ അച്ഛൻ നമ്മുടെ പാറപ്പുറത്ത് വന്നിട്ട് നമ്മളെ കൂട്ടിയിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഭയങ്കര അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷനാണ് അച്ഛന്. എനിക്ക് എന്താ പറയുക, അച്ഛൻ ഞാൻ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞതാണ്,
ടി വിയിൽ എന്താണ് ഞാൻ ജേർണലിസ്റ്റ് എടുത്തപ്പോഴേ അതുകൊണ്ട് എന്ത് ഗുണം എന്നൊക്കെ ചേച്ചിയോട് അന്വേഷിച്ചിരുന്നു എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞത്ര അതിങ്ങനെ അങ്ങനെയൊക്കെയാണ് അച്ഛാന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ TV കാണാൻ പറ്റുമോന്ന്. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ വിഷമമായിരുന്നു എൻ്റെ TV കാണാൻ പറ്റില്ല എന്ന്. കാരണം യൂട്യൂബ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരും, പക്ഷെ എനിക്ക് TV കാണാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ TV കാണുമ്പോൾ അച്ഛൻ ഇല്ല ഇനി. അപ്പം അതിൻ്റെ ഒരു വേദന ഭയങ്കരമായിട്ടുണ്ട്. ടെൻഷനിലായോ? ഓക്കെ, അപ്പൊ നമുക്കിനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 50,000 മോണിറ്റർ. സാധാരണയായി ആഴ്ചയിലെ ഏത് ദിവസമാണ് താജ്മഹൽ അടച്ചിടുന്നത്? ഓപ്ഷൻ എ ഞായർ, ഓപ്ഷൻ ബി ബുധൻ, ഓപ്ഷൻ സി വെള്ളി, ഓപ്ഷൻ ഡി ചൊവ്വ. വെള്ളി. പിടിവെള്ളിയിൽ 3 ബാക്കി കിടക്കാണ്. എനിക്ക് അവരോട് ചോദിക്കാൻ തോന്നുന്നു. അല്ലേ? ആരോടെ ചോദിക്കണ്ടേ? ചേച്ചിയോട് ചോദിക്കാം. അപ്പൊ ഒന്ന് വായിച്ചു കൊടുത്തേത് ചേച്ചി ഒന്ന് കേക്കട്ടെ. സാധാരണയായി ആഴ്ചയിലെ ഏത് ദിവസമാണ് താജ്മഹൽ അടച്ചിടുന്നത്? ഓപ്ഷൻ എ ഞായർ, ഓപ്ഷൻ ബി ബുധൻ, ഓപ്ഷൻ സി വെള്ളി, ഓപ്ഷൻ ഡി ചൊവ്വ. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഫ്രൈഡേ. വെള്ളി. വെള്ളി. വെള്ളി എന്നാ പറഞ്ഞിരിക്കുന്നത്. എടുക്കണോ? എനിക്കും വെള്ളി വീഴുവോ? ഞാൻ ആദ്യം അത് എടുക്കാൻ വേണ്ടി നിന്ന് തന്നെ. അപ്പൊ ഏതാ എടുക്കുന്നത് നമ്മളിപ്പോ? ഓപ്ഷൻ സി വെള്ളി. വെള്ളി. ഞാൻ ലോക്ക് ചെയ്തേക്കട്ടോ, കൂട്ടിയേക്കട്ടോ. ഓപ്ഷൻ സി വെള്ളി ലോക്ക് ചെയ്തു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു? ഇത് ശരിയാവാൻ സാധ്യതയുണ്ടോ? ഇത് ശരിയാണ്, ഉത്തരം ശരിയാ. അപ്പൊ 1.5 ലക്ഷം രൂപയുടെ ചോദ്യം ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 60,000. ഇനി പറയുന്നവയിൽ ഏത് സംസ്ഥാനത്തെയാണ് ദ്രാവിഡ നാട് എന്ന പേരിൽ പ്രത്യേക രാജ്യമാക്കണമെന്ന് 1962 ലോക്സഭയിൽ ആവശ്യമുയർന്നത്? ഓപ്ഷൻ എ കർണാടകം, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ദ്രാവിഡ നാട് എന്ന പേരില് ദ്രവിഡിയൻസിനെ ഒക്കെ വെച്ച് ആലോചിച്ച് നോക്കുക. ഓപ്ഷൻ ബി തമിഴ്നാട്. പൂട്ടാമോ? ഓപ്ഷൻ ബി തമിഴ്നാട് ലോക്ക്ഡ്. ഇനിയിപ്പോ തുറക്കുമ്പോഴാണ് നമ്മുടെ അല്ലേ ചിത്രം പ്രശ്നമാകുമോ അല്ലേ? താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ഉത്തരം ശരിയാണ്. തമിഴ്നാടാണ് ശരി ഉത്തരം. ഓക്കെ, 60,000. പേടിപ്പിക്കല്ലേ? ബോധം കെട്ട് തറ വീഴൂ. ഓക്കെ, എങ്ങനെ ആള് കരുത്തിയാണോ? അല്ല, സ്ട്രോങ് അല്ലേ? സ്ട്രോങ് ആണ്, പക്ഷെ ഇമോഷണലി വീക്കും ആണ്. രണ്ടും കൂടെ. ഇത് സ്ട്രോങ് ആക്കാൻ എന്തോ ചെയ്യണ്ടേ? സ്ട്രോങ് ആക്കാൻ കൂടുതൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാവണം, നേട്ടങ്ങൾ ഉണ്ടാക്കണം. ജീവിതം കൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഇനി കിടക്കുന്നു. കുട്ടിയായിട്ട് എന്തോ ചോദിക്കാൻ വരുന്നുണ്ട്. ബിന്ദു, താങ്കൾ സണ്ണി വെയിൻ എന്ന ഒരു സിനിമാ താരത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചു. ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ താങ്കൾ എന്തുകൊണ്ടാണ് ഇന്റർവ്യൂ അവസാനിപ്പിച്ചത്? അതൊരു ചെറിയൊരു കോമഡിയാണ്. എന്റെ കരിയറിന്റെ തുടക്കേ ഞാൻ വെള്ളി നക്ഷത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പൊ നമുക്ക് എപ്പോഴും ഇന്റർവ്യൂ ചെയ്യാൻ തരുന്നത് ഒരു സെക്കൻഡ് ആർട്ടിസ്റ്റുമാരായിരിക്കും കൂടുതൽ തരുക. നമുക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലല്ലോ. എനിക്ക് സണ്ണി വെയിൻ എന്ന് പറഞ്ഞ ആക്ടർ ഭയങ്കര ഇഷ്ടം. എനിക്ക് അദ്ദേഹത്തിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അപ്പൊ ഞാൻ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, എനിക്ക് ഭയങ്കര ആരാധനയില്ല, ഏതെങ്കിലും കാലത്ത് ഇന്റർവ്യൂ എടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതേപോലെ മാം ഒരു എന്നെ വിളിച്ചിട്ട് പറയാണ്, കായംകുളം കൊച്ചിൻ്റെ സിനിമ ഇറങ്ങാൻ നിൽക്കുന്ന സമയം. അപ്പം ഇന്നത്തെ പോലെ ഒരു ഓൺലൈൻ ബൂമിങ് സാധനങ്ങളൊന്നും ഇല്ല. പ്രൊമോഷൻ ഈ പ്രിന്റ് മീഡിയകളിലൊക്കെ കൂടുതൽ, പിന്നെ സാറ്റലൈറ്റ് ചാനലുകളിലാണ് കൂടുതൽ പ്രൊമോഷൻ നടക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു സണ്ണി വെയിനെ ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ എക്സൈറ്റ്മെന്റ് അവിടെ പോലും കാണിച്ചില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ അന്ന് വേണ്ടെന്ന് പറഞ്ഞാലും വെച്ചിട്ട് ഞാൻ ഭയങ്കര നോർമലായിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക. സണ്ണി വെയിനായിട്ട് സംസാരിക്കും. ഞാൻ സണ്ണി വെയിൻ്റെ ഇന്റർവ്യൂസൊക്കെ കേട്ട് കിടന്നുറങ്ങിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ കേൾക്കണം. കുറേ കാലം സാറുടെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ചർച്ചകൾ അങ്ങനെയൊക്കെ എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ സണ്ണി വെയിനെ ഞാൻ വിളിക്കുക എന്നുള്ള റിയാലിറ്റി കാര്യം ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ അപ്പം എന്നോട് ഓക്കെ നല്ല രീതിയിൽ സംസാരിച്ച് എന്നോട് പറഞ്ഞു പിറ്റേന്നത്തേക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. അന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പിറ്റേന്ന് ഇന്ന സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇതേ സമയത്ത് ഇതേപോലെ പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തുടക്കാലാകുമ്പോൾ ഇച്ചിരി കൂടെ എല്ലാം ക്ലാരിറ്റി വരുത്തണം. നമ്മൾ മനസ്സിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ലല്ലോ. എല്ലാം കറക്റ്റായി എഴുതി ഇതേ കറക്റ്റ് സമയത്ത് പുറത്ത് പോയി എന്ന് ആരോട് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് റൂമൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ ഫോണിൽ വിളിക്കും. അപ്പം ഞാൻ വിളിക്കും. അപ്പം ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ മുന്നേ അവിടെ എന്തോ തിരക്കുമായിട്ട് വേഗം ചോദിക്കുന്ന പറയുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പത്തിന് ഞാൻ ആകെ നെർവസ് ആയി സാർ. എനിക്ക് എന്ത് ചെയ്യണം, ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ
വേഗം ചോദിക്കുമെന്ന് പറഞ്ഞപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഉള്ളിൽ വെച്ചായിരുന്നു. പക്ഷെ സ്ഥിരം ക്ലീശ ചോദ്യം പോലെ ആ കൃഷ്ണകുറുപ്പ് അങ്ങനെ എന്തായിരുന്നു ക്യാരക്ടറിന്റെ പേര്, ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്, കാരണം അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് കിട്ടിയ സിനിമയാണ്, ബ്രേക്ക് ആവാൻ പോകുന്ന സിനിമയായിരുന്നു അത്, കായംകുളം കൊച്ചിനിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുവാണ്, സാർ ഇങ്ങനെ ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ എടുത്തിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഡെയിലി 20 കോഴിമുട്ട ഞാൻ പുഴുങ്ങും, 20 മുട്ട ഞാൻ പുഴുങ്ങും, കുറേ തിന്നും, ബാക്കി വരുന്നൊക്കെ ഞാൻ പുറത്തെറിഞ്ഞ് കളിക്കുന്നു പറഞ്ഞു. അതെനിക്ക് ആ സമയത്ത് എനിക്കത് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് എങ്ങനെ അതിന് ചിരിക്കണോ, അയ്യോ സാർ ഇത് തമാശയല്ല, അങ്ങനെ പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ബിസി ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം പറഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് വെച്ചു. പിന്നെ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനേ പറ്റില്ല. ഞാൻ വിചാരിക്കുന്നുണ്ടായി എപ്പോഴെങ്കിലും വീഡിയോ ഇന്റർവ്യൂവിന് മുന്നിലിരിക്കുമ്പോൾ ഈ കാര്യം പറയണം എന്നൊരു സാധനം. നല്ല ആളാ, വീണ്ടും കാണണം. സണ്ണിവീൻ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം. സംസാരിക്കണം. എനിക്ക് തിരക്കായിരുന്നിരിക്കും, അല്ല ഒരു തമാശ രീതിയിൽ പറഞ്ഞതാണ്. അല്ല തമാശ പറഞ്ഞു, നമ്മളിപ്പോ ക്യാരക്ടർ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് നടന്നു, ഞാൻ 10 കോഴിമുട്ട രാവിലെ കഴിക്കും, അത് ചിലപ്പോ ഒരു തമാശയായിട്ട് പറഞ്ഞായിരിക്കും. വെൽക്കം ബാക്ക് ടു വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ ലെക്ചർ ഫ്ലവേഴ്സ് 1 കോടി. എനിക്കൊപ്പം മത്സരിക്കുന്ന തൃത്താലയിൽ നിന്നുള്ള സെലിബ്രിറ്റി ജേർണലിസ്റ്റ് PP ബിന്ദു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് 70,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ, ഇനി പറയുന്നവയിൽ ഏത് വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി 2018 പുറത്തിറങ്ങിയ ചിത്രമാണ് ഫസ്റ്റ് മാൻ? ഓപ്ഷൻ എ നീൽ ആംസ്ട്രോങ്, ഓപ്ഷൻ ബി എഡ്വിൻ ആൽഡ്രിൻ, ഓപ്ഷൻ സി മൈക്കിൻ കോളിൻസ്, ഓപ്ഷൻ ഡി യൂജിൻ ചെർലാൻ. ഫസ്റ്റ് മാൻ എന്ന് മാത്രം ആലോചിച്ചു. ഓപ്ഷൻ എ ആംസ്ട്രോങ് തന്നെയാണോ? ആയിരിക്കുമോ? എന്തുകൊണ്ട്? ഓക്കെ, ആംസ്ട്രോങ്. ഓപ്ഷൻ എ നീൽ ആംസ്ട്രോങ് ഉത്തരം ശരിയാണ്. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലെടുത്ത് കുത്തി. ഓക്കെ, പിന്നെ ആരും കുത്തിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിനി 80,000 രൂപയുടെ ചോദ്യം. 80,000 ഇത് പരിപാടി ഉള്ളല്ലേ? പെട്ടെന്ന് തൊട്ടത് കാശ് കെട്ടി പോന്നു. ക്വസ്റ്റ്യൻ, ഈ നിങ്ങൾ ശരിക്കും കാര്യവട്ടത്ത് ഏത് കാലമാണ് പഠിച്ചത്? 2014-13 2015 പാസ് ഔട്ട് ആയത്, നമ്മുടെ ഇന്റേൺഷിപ്പും കൂടെ കഴിഞ്ഞിട്ട്. എനിക്കൊന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് വലിയൊരു നഷ്ടം വന്നു പോയി കാര്യവട്ടത്ത് നിങ്ങൾ വന്നപ്പോഴത്തേന്. ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വൈദ്യംകുന്ന് എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. വൈദ്യംകുന്ന്, അതായത് അവിടെയാണ് ഇപ്പൊ ടെക്നോ പാർക്ക് കിടക്കുന്നത്. ആ വൈദ്യംകുന്നിലായിരുന്നു പ്രണയരോഗികൾ പോയിരിക്കുന്നത്. കാര്യവട്ടത്തെ വളരെ ശീതളമായ ഒരു സ്ഥലമാണ്. കുറച്ച് കാടൊക്കെ പിടിച്ചു കിടക്കുന്ന പ്രദേശം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയയിൽ നിന്ന് ആളുകൾ അങ്ങോട്ടൊരു യാത്രയുണ്ടായിരുന്നു. SC ജെയിംസ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരുണ്ട്, അറിയാമോ? ഒരു കോളേജ് അധ്യാപകനായിരുന്നു അദ്ദേഹം, മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഇതിനെക്കുറിച്ച് നോവൽ തന്നെ എഴുതിയിട്ടുണ്ട്. വൈദ്യംകുന്ന് എന്നാണ് ആ നോവലിന്റെ പേര്. അവിടുത്തെ കാര്യവട്ടത്ത് ജീവിച്ചിരുന്ന ഒറിജിനൽ ആളുകളെ വെച്ചിട്ടുള്ള നോവലായിരുന്നു. അപ്പൊ ഈ വൈദ്യംകുന്ന് അടച്ചത് ഈ ടെക്നോ പാർക്ക് വന്നാണ്. ഈ വൈദ്യംകുന്നിന്റെ പ്രദേശമൊക്കെ ടെക്നോ പാർക്ക് ഏറ്റെടുക്കുകയും അങ്ങനെ അവിടുത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് വരുന്ന കുട്ടികൾക്ക് എന്നേക്കുമായ പ്രണയരോഗം നഷ്ടപ്പെടുകയും ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി ചോദ്യത്തിലേക്ക്. ഞാൻ ഒരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഭാരതപ്പുഴയും തൂതപ്പുഴയും ഒത്തുചേരുന്ന കാരണം കൊണ്ട് ഏത് സ്ഥലത്തിനാണ് അതിന്റെ പേര് ലഭിച്ചത്? ഓപ്ഷൻ എ ഒറ്റപ്പാലം, ഓപ്ഷൻ ബി കുടമാളൂർ, ഓപ്ഷൻ സി കൂടല്ലൂർ, ഓപ്ഷൻ ഡി തത്തമംഗലം. ഓപ്ഷൻ സി കൂടല്ലൂർ. ഉറപ്പായിരിക്കോ? എന്താണ് കൂടല്ലൂരിന്റെ പ്രത്യേകത? കൂടല്ലൂരിന്റെ പ്രത്യേകത ഭാരതപ്പുഴയും തൂതപ്പുഴയും ഒത്തുചേരുന്ന സ്ഥലമാണ്. MT വാസുദേവൻ നായർ ജനിച്ച സ്ഥലമാണ്. എന്റെ അമ്മ ജനിച്ച സ്ഥലമാണ്. അമ്മ ജനിച്ച സ്ഥലമാണോ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി കൂടല്ലൂർ ഞാൻ ലോക്ക് ചെയ്തു, കൂട്ടി. MCJ കാരി തുറക്കട്ടോ? ശരിയായിരിക്കോ? MCJ കാർക്ക് പ്രശ്നമാവൂ? എന്തായാലും ഫേസ് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ സി കൂടല്ലൂർ താങ്കൾ പറഞ്ഞ ഉത്തരം ഇത്തിരി ഇമോഷണൽ ആവുന്ന ആളാണെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഇത്തിരി ഇമോഷണൽ ആയിക്കോളൂ. ഞാൻ ആ സത്യം വെളിപ്പെടുത്താൻ പോവാ. ഓപ്ഷൻ സി കൂടല്ലൂർ. ചേച്ചി ടെൻഷൻ ആയിരിക്കണോ? എല്ലാരും മൊത്തം ടെൻഷൻ ഉണ്ട്. ഇല്ല തെറ്റിയെന്നോ? അല്ല, ടെൻഷൻ ഉണ്ടോ? അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടോ? അയ്യോ, അമ്മയ്ക്ക് എന്തിനാ ടെൻഷൻ? അയ്യോ, അമ്മ ടെൻഷൻ അടിക്കരുതെന്നും കണ്ട്. അമ്മ ജീവിതം എത്ര കണ്ടതാ? അമ്മയ്ക്ക് എത്ര വയസ്സ് പ്രായമായി? 72 വയസ്സായി. അമ്മയെ 72 വയസ്സാക്കി ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഓക്കെ, ശരിയാ, ഉത്തരം ശരിയാണ്. അപ്പൊ എത്ര രൂപയായെന്ന് അറിയാം? ഇപ്പോ 80,000 രൂപയായി. ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. 100,000. അപ്പൊ നമ്മള് ഒന്ന് പിടിച്ചിരുന്നുള്ളൂ കുട്ടേട്ടാ, 1,00,000 കയറ്റു. ലെവൽ 3.
അപ്പൊ ചോദ്യത്തിലേക്ക്. ആ. ക്വസ്റ്റ്യൻ. പി പി ബിന്ദു പാട്ട് പാടും? പി പി ബിന്ദു പാട്ട് പാടത്തില്ല. പാട്ട് പാടിയ പാട്ട് ഇഷ്ടമാണോ? കേൾക്കും ഭയങ്കര ഇഷ്ടാ പാട്ട്. എന്നാലും ഒരു സംഭവം കേട്ടോളൂ. ഓക്കെ. ഓക്കെ, പ്ലേ. ഇനിയാണ് ചോദ്യം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ. ഈ ഗാനം എഴുതിയതൊരു മുൻ മന്ത്രിയാണ്. ആ മുൻ മന്ത്രി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ജി സുധാകരൻ, ഓപ്ഷൻ ബി പന്തളം സുധാകരൻ, ഓപ്ഷൻ സി ഡോക്ടർ ടി എം തോമസ് ഐസക്, ഓപ്ഷൻ ഡി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഒരു പിടിവള്ളി വേണേ എടുത്തോളൂ. കുട്ടേട്ടാ. യെസ് ബോസ്. ബിന്ദു പി പി, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. താങ്ക് യു. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരിയുത്തരമാണ്. എ ജി സുധാകരൻ, ബി പന്തളം സുധാകരൻ, ഡി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ബി പന്തളം സുധാകരൻ. ഓപ്ഷൻ ബി. ഞാൻ പൂട്ടട്ടോ? എനിക്ക് അറിയത്തില്ല. ഒരു ഗസിംഗ് ആണ്. ആ ഗസിംഗ് കൊണ്ട് തൃത്താല വരെ ഓടേണ്ടി വന്നാൽ നമുക്ക് ഓടാമല്ലോ. ആരെങ്കിലും കണ്ടിട്ട് തന്നെ അടിക്കാൻ വരുമെന്തോ. ഓക്കെ, അത് അടിക്കാൻ വരാൻ സാധ്യതയുള്ള പന്തളം സുധാകരൻ മാത്രമാണ്. കൂട്ടട്ടെ ഞാൻ. ഓപ്ഷൻ ബി പന്തളം സുധാകരൻ. അപ്പൊ ഇത് ഈ ഉത്തരം പന്തളം സുധാകരൻ എന്ന് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന പന്തളമായിരിക്കും. പന്തളം സുധാകരൻ അറിയപ്പെട്ട മന്ത്രിയായിരുന്നു. അത്യാവശ്യം പാട്ടൊക്കെ എഴുതാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ എന്നെ കുറിച്ചൊന്നും ആൾക്കാർക്ക് ഇത്രയും അറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് സങ്കടവും. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ജേർണലിസ്റ്റ്. അതെ, ഇങ്ങോട്ട് നോക്കി പറഞ്ഞേര്. ഒരെങ്കിൽ അത് ജനിച്ച പന്തളത്താ. എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും അറിയോ? ഓപ്ഷൻ ബി പന്തളം സുധാകരൻ. ചുമ്മാ പറഞ്ഞാണേ പന്തളം സുധാകരൻ. ഓക്കെ, ഉത്തരം ശരിയാണ്. കാര്യം അദ്ദേഹം നല്ല കാലത്ത് ഒരു പാട്ട് എഴുതിയതാ. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ അതെന്തായാലും മൈൻഡിൽ അത് കിടക്കട്ടെ. പന്തളം പാട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, നമ്മുടെ ഒരു അടുത്ത സുഹൃത്താവ്, അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും തോന്നത്തില്ല. സകൃതീന. അപ്പൊ ഇപ്പോ 1 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി 2 ലക്ഷത്തിലേക്ക് പോവാം. ഓക്കെ, റെഡി? അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്ന അഹല്യ നഗരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 22646 ട്രെയിൻ ഏത് ഇന്ത്യൻ നഗരത്തിലാണ് യാത്ര അവസാനിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഗാന്ധിനഗർ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ഭോപ്പാൽ, ഓപ്ഷൻ ഡി ഇൻഡോർ. ഓപ്ഷൻ ഡി ഇൻഡോർ. ഓപ്ഷൻ ഡി ഇൻഡോർ ആണോ? ഞാൻ പൂട്ടട്ടോ? അനൗൺസിംഗ് എങ്ങനെ കേട്ട പോലെ എന്റെ ചെവിയിൽ ഇങ്ങനെ ഉണ്ട്. അനൗൺസ്മെന്റ് കേട്ടോ? ഓക്കെ, ഓപ്ഷൻ ഡി ഇൻഡോർ. ഞാൻ പൂട്ടി. ഈ ട്രെയിൻ ഇൻഡോറിലേക്ക് കുതിച്ചു ചെല്ലും എന്ന് വിശ്വസിക്കുന്ന തൃത്താലയിലെ ആദ്യത്തെ പെൺകുട്ടിയായി താങ്കൾ മാറുന്നു. കമ്പോള നിലവാര അവലോകനം. വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ 10,000, പിന്മാറിയിരുന്നെങ്കിൽ 1/2 ലക്ഷം രൂപ. അപ്പോ തൃത്താലയിലെ ഈ പെൺകുട്ടി ചരിത്രം എഴുതാൻ പോകുന്നു. പറയട്ടെ, റിസൾട്ട് പറയട്ടെ. ടെൻഷൻ ആക്കല്ലേ സാർ, പറയാണെങ്കിലും. വിശ്വാസിയാണോ താങ്കൾ? അല്ല, അങ്ങനെ മനുഷ്യരിലാണ് ദൈവം കാണുന്നത്. അപ്പോ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു മനുഷ്യനെ മനസ്സിൽ ആലോചിച്ചോളൂ. ആലോചിച്ചു. ഇപ്പൊ എന്താ തോന്നുന്നേ? ശരിയായിരിക്കണം. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഇൻഡോർ. ആലോചിച്ച മനുഷ്യ പകരം തുമ്മുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ 2 ലക്ഷം. ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ്. മോണിറ്റർ. ഇനി പറയുന്നവയിൽ ഏത് വർഷം നടന്ന ഒളിമ്പിക്സിലെ ഇനമായിരുന്നു പ്രാവിനെ വെടിവെച്ചിടൽ? ഓപ്ഷൻ എ 1896, ഓപ്ഷൻ ബി 1900, ഓപ്ഷൻ സി 1904, ഓപ്ഷൻ ഡി 1908. പിടിവള്ളി യൂസ് ചെയ്യാൻ തോന്നുന്നു. പിടിവള്ളി ഉപയോഗിക്കാം. കുട്ടേട്ടാ. യെസ് ബോസ്. പറയൂ. ബിന്ദു, ഇത് ബിന്ദുവിന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും. അതിൽ 1 ശരിയുത്തരമാണ്. ബി 1900, സി 1904, ഡി 1908. അപ്പൊ 3 ഉത്തരം ബാക്കിയുണ്ട്. 1900 ഉണ്ട്, 1904 ഉണ്ട്, 8 ഉണ്ട്. നമ്മളൊന്നുകൂടെ പറയട്ടോ. അതായത് വിജയിച്ചാൽ 3 ലക്ഷം,
പിന്മാറിയാൽ 1 ലക്ഷം, തെറ്റിയാൽ 20,000 രൂപ. അപ്പൊ സൂക്ഷിച്ച് ഉത്തരം പറയണം. കാര്യം ഒരു ഉത്തരമേ ഇതിലുള്ളൂ. ഗസ് ചെയ്യാനുള്ള സാധ്യത ഇതിൽ വളരെ വിരളമാണ്. ഇതൊരു നമ്പർ ആയതുകൊണ്ട്. സി. ലോക്ക് ചെയ്യാമോ? ഇനി മാറ്റരുത്. അവരോട് ചോദിച്ചാലോ? അവരോട് അതല്ല, അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് ബിന്ദു തന്നെ യു ആർ ദ കാൻഡിഡേറ്റ്, കണ്ടസ്റ്റന്റ് താങ്കളല്ലേ. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പൂട്ടാം. സി. എന്തോ വരട്ടെ. അങ്ങനെയാണോ? അറിഞ്ഞുകൊണ്ട് പറയണോ? അല്ല, കിറ്റ് ചെയ്തേക്കാം. അങ്ങനെയല്ല, താങ്കളുടെ വിശ്വാസമാണ് പ്രധാനം. ഓക്കെ. ആ, എന്ത് പി ബിന്ദു തീരുമാനിക്കുന്നവരായിരിക്കും നമ്മൾ നടപ്പിലാക്കുക. അല്ല, കിറ്റ് ചെയ്തേക്കാം. ആണോ? കാരണം റിസ്ക് എടുക്കണ്ട. ഓക്കെ. പി ബിന്ദു ഫ്രം തൃത്താല, താങ്കൾ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറുന്നു. ഇനിയൊരു ഉത്തരം പറയൂ. ബി. അത് ശരി ഉത്തരം. 1900. ഓക്കെ. അപ്പോ 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. അതുകൂടെ പോയി കിട്ടിയെന്നെ. ഓക്കെ. പക്ഷെ ഈ നമ്മൾ ഗസ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഇയറിൽ കയറി ഗസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമായിരുന്നു. ഓക്കെ. അത് കുഴപ്പമില്ല. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണേ പറയാം തൽക്കാലം. ഓക്കെ ബിന്ദു, അപ്പൊ ഇനിയിപ്പോ എങ്ങോട്ടാ യാത്ര? ഇനിയിപ്പോ കൊച്ചിയിലാണ് താമസം. കൊച്ചി തന്നെ താമസം അല്ലേ? ജീവിതത്തിൽ എങ്ങോട്ടാ ഒരു ലക്ഷ്യം വെക്കുന്നത്? ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ജേർണലിസ്റ്റ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. അതാണോ ഇപ്പൊ താല്പര്യം? സെലിബ്രിറ്റി ജേർണലിസ്റ്റ് ആണോ ഇപ്പൊ താല്പര്യം? സെലിബ്രിറ്റി ജേർണലിസ്റ്റ് ആണ്. അതായത് നമ്മളെ ഇപ്പൊ ഏത് സെലിബ്രിറ്റികളാണെങ്കിലും നമ്മളെ അടുത്ത് നമ്മളൊരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവര് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് വന്നിരിക്കാനുള്ള ഒരു ഇതില്ലേ. സാർക്കൊക്കെ കിട്ടുന്ന ഒരു ബ്രാൻഡ് ഇമേജ് ഇല്ല. അത്തരത്തിലൊരു ബ്രാൻഡ് ഇമേജ് ബ്രാൻഡ് ഉണ്ടാക്കണം. ജോലി ഉണ്ടായിരുന്നു, ഒരുപാട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ആ നല്ല മനസ്സോടെ മുന്നോട്ട് പോവുക. അപ്പോൾ ബിന്ദു പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. അപ്പോൾ 1 ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട്. കുട്ടേട്ടനെ കൊണ്ടൊരു പാട്ട് പഠിക്കണോ? ഓക്കെ. കുട്ടേട്ടനെ ഏത് പാട്ടാ പാടി തരിക താങ്കൾക്ക്? എന്റെ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ട്. കുട്ടേട്ടനെ അറിയാമോന്ന് ചോദിക്കാം ആദ്യം. കുട്ടേട്ടനെ അറിയാവോ? ഏത് പാട്ടാണെന്ന് പറഞ്ഞാലാണ് കുട്ടേട്ടൻ അറിയുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കൂടെവിടെ എന്നുള്ള മൂവിയിലെ ആടിവാക്കാറ്റ്. തീർച്ചയായിട്ടും അത് കുട്ടേട്ടൻ അറിയാം കേട്ടോ. കുട്ടൻ ഇവിടെ കിടന്ന് കുറച്ച് ആടാറുണ്ട്. ഓക്കെ. സോറി. ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ, കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കരളവമായി പൂങ്കാറ്റേ ലാലാ, ആടിവാക്കാറ്റേ പാടിവാക്കാറ്റേ 1000 പൂക്കൾ നുള്ളിവാ. താങ്ക് യു ബിന്ദു. താങ്ക് യു കുട്ടേട്ടാ. അപ്പൊ ബിന്ദു നമുക്ക് താഴേക്ക് പോയാലോ? കുട്ടേട്ടനാണ് നമ്മൾ താഴേക്ക് ഇറക്കുന്നത്. കുട്ടേട്ടാ, ലെവൽ 1. അപ്പൊ ബിന്ദു വരൂ, നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് സന്തോഷകരമായിട്ട് മടങ്ങാം. താങ്ക് യു സോ മച്ച് സാർ. കാണാനും. ഓക്കെ, ഞങ്ങൾക്കല്ലേ എന്റെ സന്തോഷം. നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ. അപ്പോ താങ്ക് യു. സെലിബ്രിറ്റി ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് നല്ല മിടുക്കി കൂട്ടിയായിട്ട് വരിക. ഓക്കെ, താങ്ക് യു. ഇതുവഴി എങ്ങ് പോയാൽ നിങ്ങളുടെ ആ പട്ടാമ്പി തൃത്താല അവിടേക്ക് എത്താം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ജീവിത യാത്രക്കിടയിൽ നമ്മൾ ചിലപ്പോൾ നിർദോഷമായി പറയുന്നൊരു കമന്റ് പോലും ഒരാളുടെ ജീവിതത്തെ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് വരും എന്നുള്ളതാണ് പി ബിന്ദു നമ്മളെ ഓർമ്മപ്പെടുന്നത്. കോരന് കുമ്പിളിൽ തന്നെ കഞ്ചി, പഴഞ്ചൊല്ല് തനിക്കറിയാം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാവാം ചിലപ്പോൾ. പക്ഷേ അത് ഒരാളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ കൂടുതലാണെന്ന് തിരിച്ചറിയുക. മറ്റു മത്സരാർത്ഥിയുമായി ഇനി അടുത്ത ദിവസം രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.